السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاكك الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. വണ്ടൂരിനോട് ചേർന്ന് നിൽക്കുന്ന മൂരാട് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഒരാദർശ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, മൂരാടെന്ന് പറയുന്ന ഈ ഗ്രാമീണമായ ശാന്തമായ സമാധാനത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റുന്ന ഈ ഒരു പ്രദേശത്തിലെ നല്ലവരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇതര മത ആദർശവിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, ഒരാദർശ സമ്മേളനം കൂരാട് എന്ന് പറയുന്ന സ്ഥലം, ഞാൻ എൻ്റെ പേര് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയിട്ടു. അപ്പോൾ ഈ കൂരാട് എന്ന് പറയുന്ന സ്ഥലത്തെ നല്ലവരായ സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് ഒരു ആദർശം എന്ന് പറയുമ്പോൾ, ഒരാദർശ സമ്മേളനം എന്ന് പറയുമ്പോൾ ആരുടേതായിരിക്കണം ആ ആദർശം എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട പോയിന്റാണ്. എല്ലാ മതസമൂഹത്തിനും ആദർശമുണ്ടല്ലോ. ക്രൈസ്തവർക്കൊരാദർശമുണ്ട്, ഹൈന്ദവ സമൂഹത്തിനൊരാദർശമുണ്ട്, ഇസ്ലാമിന് ഒരാദർശമുണ്ട്, പൗരോഹിത്യത്തിന് വലിയൊരാദർശമുണ്ട്. ലോകത്തുനിന്ന് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത് പൗരോഹിത്യത്തിൻ്റെ ആദർശമാണ്. ഹിന്ദു മതത്തിലായാലും ക്രിസ്തു മതത്തിലായാലും ഇസ്ലാമിലായാലും. ഒന്നുകൂടെ പറയാം, ഞാൻ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. എല്ലാ മതസമൂഹത്തിനും ആദർശമുണ്ട്. എല്ലാ മതങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത് പൗരോഹിത്യത്തിൻ്റെ ആദർശമാണ്. എല്ലാവരും ഏറ്റവും കൂടുതൽ നോക്കുക ഞങ്ങളുടെ പണ്ഡിതന്മാരെന്ത് പറഞ്ഞു എന്നുള്ള കാര്യമാണ്. ലോകത്തിന് ഏറ്റവും വലിയ പറ്റിയ അബദ്ധങ്ങളിലൊന്ന് അതാണ്. അന്ധമായി പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, നേതാക്കന്മാരെ, മതാധ്യക്ഷന്മാരെ, മഠാധിപതികളെ മനുഷ്യരനുസരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. ഒരു ഉദാഹരണം പറയാം. വിശുദ്ധ ഖുർആനിന്റെ 9-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. എത്ര ആള്, സുന്നി മുജാഹിദ് ഒന്നും പറയല്ല ഞാൻ, മുസ്ലിം സമുദായം ഓർക്ക്, ഇത് അല്ലാഹ് പറഞ്ഞതാണ്. ആരോട്? സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട്. അപ്പൊ പിന്നെ SSF കാരൻ ഗൗരവമായിട്ട് ആലോചിക്കണം. എന്താ, ഞാൻ സത്യവിശ്വാസിയാന്ന് വിശ്വസിക്കുന്നവനാണോ? SKSSF കാരന്റെ വിശ്വാസം എന്താണ്? ഞാൻ സത്യവിശ്വാസിയാണ്. ജമാഅത്തെ ഇസ്ലാമിൻ തബ്ലീഗും എല്ലാവരും വിചാരിക്കണത് ഞങ്ങൾ സത്യവിശ്വാസിയാണ്. അപ്പൊ അങ്ങനെ അല്ലാഹ് വിളിച്ചിട്ടൊരു കാര്യം പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിൻ തബ്ലീഗും മുജാഹിദും സമസ്തയും ഒക്കെ ഓർക്കേണ്ട കാര്യം എന്താണ്? അല്ലാഹ് സത്യവിശ്വാസി എന്ന് വിളിക്കണു. എന്നിട്ട് എന്തേ പറയണത്? ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാൻ. തീർച്ചയായും അല്ലാഹ് പറയണ, അല്ലയാ പറയണത്. അപ്പൊ അതിന് മാറ്റം ഉണ്ടാവില്ല. അത് പിന്നെ ആലോചിച്ച് ചിന്തിച്ച് അതൊക്കെ ഉൾക്കൊള്ളേണ്ടതുണ്ടോ? അല്ലാഹ് പറഞ്ഞാലും ഒന്ന് ആലോചിച്ച് ആ വചനം സ്വീകരിക്കണോ വേണ്ടേ? അങ്ങനല്ല. അല്ലാഹ് പറഞ്ഞു, എന്താ പറയണത്?
ദാ പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിപക്ഷവും, അല്ല പറഞ്ഞ അങ്ങനെയാണ്, പണ്ഡിത പുരോഹിതന്മാരിലെ ഭൂരിപക്ഷം ആളുകളും നിങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരാണ് എന്ന് അല്ല പറഞ്ഞാൽ പിന്നെ ഞാനൊക്കെ വിജിലന്റ് ആവണ്ടേ? ഞാൻ സത്യവിശ്വാസിയാന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ. അതുകൊണ്ട് ഈ ആയത്ത് എനിക്ക് ഏറ്റവും ക്ലിക്ക് ചെയ്തു. അതുകൊണ്ട് ഞാനൊരു ഒറ്റ മുജാഹിദ് പണ്ഡിതനെ തൊണ്ട തൊടാതെ ഇന്ന് വരെ വിഴുങ്ങിയിട്ടില്ല. ഇല്ല. ഒരുപാട് വർഷം പാരമ്പര്യമുള്ള ഞങ്ങളുടെ മാതൃസംഘടന വിട്ടിട്ട് ഞങ്ങൾ വിസ്റ്റായത് എന്തുകൊണ്ടാ? അന്ധമായി നേതാക്കന്മാരെ ഞങ്ങൾ അനുസരിക്കാത്തോണ്ടല്ലേ സുഹൃത്തുക്കളെ. എന്നിട്ട് അല്ല പറയണെന്തറിയോ? നിങ്ങൾ ഈ ഭൂരിപക്ഷം പണ്ഡിത പുരോഹിതന്മാരനുസരിച്ച് എന്താ സംഭവിക്കാറിയോ? നിങ്ങളെ ധനോലും മിണുങ്ങും. ഇതല്ലേ പറയണേ, മുജാഹിദ് വാൽച്ചേരിയല്ല. രണ്ടാമത്തെ കാര്യം എന്താ പറയണറിയോ? ഒരു പഠിപ്പിക്കണ എല്ലാ കാര്യവും മിണുങ്ങാൻ പറ്റിയതായിരിക്കും, അതുകൊണ്ട് തന്നെ മനസ്സിലായിക്കൂടെ അത് ദീനല്ല. അതാണ് അല്ല പറഞ്ഞത്. അല്ല പറയാണെന്ത്? യൗകുലൂന അംവാലന്നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അള്ളാന്റെ മാർഗത്ത് നീ പുരോഹിതന്മാർ നിങ്ങളെ തെറ്റിച്ച് കളയും. ഞാൻ ചോദിക്കുകയാണ്, ഈ കൂരാട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എൻ്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ചോദിക്കുകയാണ്, ഈ ഖുർആന്റെ വചനം മുകളിലെടുക്കാത്തവൻ സത്യവിശ്വാസിയാവും? കാരണം അല്ല സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് പറയരുത്, ജാഗ്രത പുലർത്തിക്കൊളി, വെറുതെ മൊയ്ലിയാന്മാരെയും മൗലവിമാരെയും താളത്തിനൊത്ത് തുള്ളണ്ടാം. അല്ലേ പറയണേ. എന്നിട്ട് നമുക്ക് നേരം വെളുക്കണില്ലേ? എന്നാ പിന്നെ അള്ളാന്റെ അടുത്ത് പോയിട്ട് പറയാൻ പറ്റുമോ ഞങ്ങൾ ഉസ്താദുമാരെ അന്ധമായി അനുകരിച്ചു? ഇല്ല, പറയാൻ പറ്റില്ല. കാരണം അന്ധമായി അനുകരിച്ച എന്താ സംഭവിക്കാന്ന് എത്ര ഖുർആനിക വചനമാണ്? 9-ാം അധ്യായം സൂറത്ത് തൗബയിൽ 129 വചനമുള്ളത്. ബറാഅത്തും മിനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് തുടക്കം. ആ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ദാ മനസ്സിലാക്കിക്കൊള്ളി, മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരെ നിങ്ങൾ മുകളിലേക്ക് എടുക്കരുത്. എന്തായിരുന്നു എല്ലാവരുടെയും പാർശ്വഭാരത സംസ്കാരത്തെ കുറിച്ചൊക്കെ പറയുമ്പോ ഓം അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ മൃദംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്നാണ്. അടുത്ത വാചകം എന്താ പറയുക? പടച്ചോനെ, എന്നെ നീ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണേ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണേ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. അല്ലേ, പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ നേരായ പാതയിൽ നയിക്കണേ. എന്നിട്ട് നേരായ പാത ഇട്ട് പഠിക്കൂല. കഴിഞ്ഞ കുറേ കൊല്ലം ബാപ്പയമ്മയും ചെയ്തത് അതിനെങ്ങനെ കെട്ടിപ്പിടിച്ച് ജീവിക്കന്നെ. ഇത് തന്നെയാണോ ശരി? പഠിക്കാൻ തയ്യാറല്ല. എന്നിട്ടും അള്ളഹാനോട് ചോദിക്കണ എന്താണ്? നേരായ പാതയിൽ നയിക്കണേ. അല്ല പറയാണ്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. ഖുർആന്റെ 29-ാം അധ്യായം 69-ാമത്തെ വചനം. നമ്മുടെ മാർഗത്തിൽ ആരാണോ പരിശ്രമിക്കുന്നത് ഓന് ഹിദായത്ത് കിട്ടും. പക്ഷെ അതിന് തയ്യാറല്ല. ചോദിച്ചുകൊണ്ടേയിരിക്കും, സത്യത്തിലേക്ക് നയിക്കണേ, ഇരുട്ടുന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണേ. അല്ലേ, നിത്യമായ ഒരു വരാനിരിക്കുന്ന നിതാന്തമായ ഒരു ജീവിതം മരണാനന്തരം, അതിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭാരതീയ ദർശനം. മുട്ടുപിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യം എന്താ അറിയോ? ഞാൻ സത്യത്തിലാണോ എന്ന് പഠിച്ചൂടെ? നമുക്ക് ഇത്രയേറെ കക്ഷികളുണ്ടായി, ഇതിൽ ഏതാണ് ശരി എന്ന് നമുക്ക് ആലോചിച്ചുകൂടെ? അതിന് സുന്നി മുജാഹിദ് ഒന്നുമില്ല. അല്ല പറയണ അതാണ്, ദാ പണ്ഡിത പുരോഹിതന്മാരെ വെറുതെ തൊണ്ട തൊടാതെ വിഴുങ്ങണ്ട, കഷ്ടമായിരിക്കും, ആഖിറത്ത് പോയിട്ട് വിലപിക്കും. എന്താ വിലാപം? ഞങ്ങൾ സാദാത്യങ്ങളെയും കുബറായിങ്ങളെയും അനുസരിച്ചു പടച്ചോനേന്ന്. അതുകൊണ്ട് ആ വിലാപമില്ലാതിരിക്കാൻ നമുക്ക് നല്ലത്. ഞാനിവിടെ എല്ലാ മതസമൂഹങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേദങ്ങളിൽ നിന്ന്, ബൈബിളിൽ നിന്ന്, ഖുർആനിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയും. ഇൻഷാ അല്ലാ നമ്മൾ ഇശാ ജമാഅത്തിന് വേണ്ടി പിരിയാണ്. നമ്മൾ തുടങ്ങി വെച്ചു എന്ന് മാത്രം. നിങ്ങളെല്ലാവരും ഇതുപോലെ വന്നിരിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രസംഗം നിങ്ങൾക്ക് നഷ്ടാവൂല ഇൻഷാ അല്ലാ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇശാ നമസ്കരിച്ച ആളാണ്. യാത്രക്കാരനായതുകൊണ്ട് ഇത്ര കിലോമീറ്റർ ദൂരം യാത്ര പോകുന്ന ആൾക്ക് ജമ്മ് ചെയ്യാം, അങ്ങനെ നിസ്കരിച്ചൊരു മനുഷ്യനാണ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അയാൾക്ക് നിസ്കാരമില്ല എന്ന് നാളെ പറയരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, ലോകത്ത് ആദർശം എന്ന് പറയുമ്പോൾ
അത് പ്രപഞ്ചനാഥൻ അവതരിപ്പിച്ച ആദർശമായിരിക്കണം. പ്രവാചകന്മാർക്ക് പോലും ആ മതവിഷയങ്ങൾ തീരുമാനിക്കുന്നതിൽ പങ്കില്ല എന്ന കാര്യമാണ് ഖുർആൻ മനുഷ്യരെ പഠിപ്പിക്കുന്നത്. അം ലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീൻ. ഖുർആനിന്റെ 42-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ അള്ളാഹു ചോദിക്കുന്നു, അള്ളാഹുവിന് പുറമെയുള്ളവർ മതമായി നിങ്ങൾക്ക് വല്ലതും നിശ്ചയിച്ചു തരുന്നുണ്ടോ? അല്ല മതമായി നിശ്ചയിക്കാത്ത വല്ലതും നിങ്ങൾക്ക് മതമായി നിശ്ചയിക്കാൻ അള്ളാഹു പങ്കാളികളെ ചേർത്തിട്ടുണ്ടോ, നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹുവോട് ചോദിക്കുകയാണ്. അപ്പം മതമാണോ? അത് പ്രവാചകന്മാർ പോലും അതിൽ പങ്കാളിത്തം ഉണ്ടാവുകയില്ല. അങ്ങനെ പങ്കാളിത്തമുണ്ടെങ്കിൽ, അതായത് കുറച്ച് കാര്യം അല്ല തീരുമാനിക്കുക, കുറച്ച് കാര്യം റസൂല് തീരുമാനിക്കുക, എങ്കിൽ ഇസ്ലാം പൊളിഞ്ഞു എന്നുള്ള ഖുർആനിൽ പറയാണ്. അപ്പൊ പിന്നെ ഉസ്താദുമാർക്കും മൗലവിമാർക്കും ഇതൊക്കെ കൂടി ദീനാണ്, ഇതൊക്കെ നല്ലതല്ലേ എന്ന് പറയാൻ അവകാശം ഉണ്ടാവുമോ? അം ലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീൻ. അല്ല മതമായി നിശ്ചയിക്കാത്ത വല്ലതിനെയും മതമായി നിശ്ചയിച്ചിരുന്ന വല്ല പങ്കാളികളും ഉണ്ടോ എന്ന് അള്ളാന്റെ ഖുർആനിലാണ്. ഒരു ഉസ്താദും പറയില്ല. ഒരു ഉസ്താദും ഈ ആയത്ത് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ പറയുക, ആയത്ത് ഏത് അധ്യായത്തിലാണ് നിങ്ങളെ ഉസ്താദ് നിങ്ങൾ പഠിപ്പിച്ചതെന്ന് പറയാൻ കഴിയില്ല. ഉസ്താദ് ഊതൂല്ല. ഞാനിന്ന് ഇവിടെ ഉദ്ധരിക്കുന്ന പല ആയത്തും ഇവിടുത്തെ പല സംഘടനകളും കേട്ടിട്ടുണ്ടാവില്ല. എന്നാ അവരെ കയ്യിലെ ഖുർആനിൽ അതില്ലേ? ഉണ്ട്. ഇതിനെന്തേ പ്രശ്നം? ഓതൂല, പഠിക്കില്ല, മനസ്സിലാക്കാൻ തയ്യാറല്ല, മതത്തിന്റെ ആളുകളായി നടക്കും. ഞാൻ ആരെയും വിമർശിക്കല്ല. എൻ്റെ പ്രസംഗം അവസാനിക്കുമ്പോ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്ത ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്നുള്ളതിൽ എനിക്ക് ഉറപ്പുണ്ട്, ഇൻഷാ അല്ലാഹ്. കാരണം ഇത് അള്ളാന്റെ ദീനാണ്. ഞാൻ വിശ്വത്തിന് വേണ്ടി പോലും സംസാരിക്കുന്ന ഒരാളല്ല, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ല. സത്യമാണ് വിശ്വം എന്ന് പറയുന്നതിനോടൊക്കെ രാജിയാവുകയും സത്യമല്ലെന്ന് തോന്നിയാൽ അതിനെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒക്കെ വ്യക്തിപരമായ കാര്യം. ഒന്നും കരുതരുതാരും. കാരണം അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ കാര്യം പോക്കാണ്. കാരണം നമ്മുടെ പാപഭാരം ഏറ്റെടുക്കാൻ ഒരാളും ഉണ്ടാവില്ല. ലാ തസ്റു വാസിറത്തും വിസ്റ ഉഖ്റാ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. ഖുർആന്റെ 53-ാം അധ്യായം സൂറത്ത് നജ്മിലെ 38-ാമത്തെ വചനം. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഒരാളുടെ പാപഭാരവും മറ്റൊരാളെ ഏറ്റെടുക്കൂല എന്നാണ്. ഒരാളുടെ പാപഭാരവും മറ്റൊരാളെ ഏറ്റെടുക്കാനില്ലാത്ത ഒരു ലോകം. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസം എല്ലാവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഈശ്വര വിശ്വാസിയും നിരീശ്വരവാദിയും എല്ലാ മനുഷ്യരും 800 കോടി ജൈനനും ബുദ്ധനും പാർസിയും കൺഫ്യൂഷ്യാനിസവും ലാവോയിസവും ഹിന്ദുയിസവും എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉൾക്കൊണ്ട മനുഷ്യർ ദൈവസന്നിധിയിൽ വരും. അതുകൊണ്ട് തന്നെ അല്പം ഗൗരവമായി കൂരാടുള്ള ആളുകൾ ഈ പ്രസംഗം ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് നാം ആരാണ് എന്ന കാര്യമാണ്. ആരാ നമ്മള്? മനുഷ്യന്മാര് എന്നാണ് നമ്മുടെ ഉത്തരം. ശരി, മനനം ചെയ്യുന്നവൻ മനുഷ്യൻ. മനുഷ്യൻ എന്ന പദത്തിനൊരർത്ഥമുണ്ട്. മൃഗം മനുഷ്യൻ. മൃഗത്തിന് ചിന്തല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ മനനമുള്ളവെന്നാ. അപ്പൊ മനുഷ്യൻ വിവരമില്ലെങ്കിലോ മൃഗത്തെ പോലെയാണെന്ന് ഖുർആൻ. ഒരാള് ചിന്തിക്കുന്നില്ലെങ്കിൽ ഓ മൃഗമാണ്. ഉലൈക കല്ലനാമി ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. 7-ാം അധ്യായം 179-ാമത്തെ വചനം. അല്ല പറയണേ, ചിന്തിക്കുന്നില്ലെങ്കിൽ ഓ മൃഗാണടോ. 2 കാലിൽ നിന്നാലും പാന്റും കുപ്പായം ഇട്ടാലും ഓൻ BMW കാറിൽ പോയാലും ഓന് ചിന്തല്ലെങ്കിൽ ഓ മൃഗമാണ്. അല്ല, അതിനേക്കാൾ മോശമാണ് എന്ന് ഒരിക്കലും കള്ളം പറയാത്ത റഹ്മാനായ റബ്ബ് അവന്റെ ഒടുവിലത്തെ വേദഗ്രന്ഥം, സത്യത്തിന്റെ വേദഗ്രന്ഥം, ധാർമ്മികത പഠിപ്പിച്ച വേദഗ്രന്ഥം, നീതിയുടെ കാവലാളാകണമെന്ന് ലോകത്തെ പഠിപ്പിച്ച വേദഗ്രന്ഥം, പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുക്കണേ എന്ന് ലോകത്തെ പഠിപ്പിച്ച വേദഗ്രന്ഥം, സ്ത്രീയുടെ മുഖത്തടിക്കരുതേ എന്ന് പഠിപ്പിച്ച ഒരു ദർശനം, മാനവികതയുടെ ദർശനം, ജാതി നോക്കാതെ മതം നോക്കാതെ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണേ എന്ന് ലോകത്തെ പഠിപ്പിച്ച ദൈവീകമായ സിദ്ധാന്തം, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് 20-ലധികം തവണ വിളിച്ച വേദഗ്രന്ഥം അല്ലേ? ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ വചനം. ഖുർആനിലെ 2-ാം അധ്യായം
168-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 213-ാമത്തെ വചനം. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ. നോക്കൂ, അല്ലാഹ് പറയാണ്, യാ അയ്യുഹന്നാസ് കാനന്നാസു ഉമ്മതൻ വാഹിദ. മനുഷ്യൻ എന്നാ പറയുന്നത് ഖുർആൻ, അല്ലാതെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, വൈശ്യൻ അങ്ങനൊന്നുമില്ല. ഇസ്ലാമിൽ അങ്ങനൊന്നുമില്ല. കർത്താലും വെളുത്താലും മനുഷ്യനാണോ? ഒക്കെ ആദമിന്റെ അവ്വായുടെ മക്കളാ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരാ? ആദമിന്റെ മോനാണ്. പാണക്കാട് തങ്ങളാരാ? ആദമിന്റെ മോനാണ്. ഉള്ളാളെ തങ്ങളാരാ? നരേന്ദ്രമോദി ആരാണോ, ലാൽകൃഷ്ണ അദ്വാനി ആരാണോ, ഏതൊരു സിട്ടാവിന്റെ സൃഷ്ടിയാണോ, അതാണ് പാണക്കാട് തങ്ങള്. നാം വിശ്വാസത്തിൽ രണ്ടാളും ഒരേപോലെയാ? അല്ല, വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മൾ ഇവിടെ പറയും ചെയ്യും. എന്നാ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒന്ന് വളച്ചു കെട്ടി പറയോ? അതിട്ടില്ലാനും. ആരെങ്കിലും പേടിച്ചിട്ട് സത്യം പറയാതിരിക്കോ? അത് തീരെ ഉണ്ടാവൂല. അങ്ങനെ ആരും വിചാരിക്കുകയും ചെയ്യരുത്. മനസ്സിലായില്ലേ? സത്യേ പറയൂ. മഹാഭാരത യുദ്ധം നടക്കുമ്പോ ദുര്യോധനൻ ഗാന്ധാരിയോട് ചോദിക്കണം, അമ്മേ നമ്മൾ ജയിക്കുവോന്ന്. അമ്മ പറയാണ്, മോനെ യദോ ധർമ്മസ്തോ ജയ, യദോ ധർമ്മസ്തോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. അല്ലേ? സത്യമേവ ജയതേ. കേരളത്തിന്റെ ഹൈക്കോർട്ടിൽ പോയാൽ ഹൈക്കോർട്ടിന്റെ സെന്ററിൽ ആ ആർച്ചില് എഴുതി വെച്ച കാണാം, സത്യമേവ ജയതേ, സത്യമേ ജയിക്കൂ. വഖുൽ ജാഅൽ ഹഖ്ഖു വസഅഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഊക. അല്ലേ? 17-ാം അധ്യായം 80 മുതലുള്ള വാചകം നോക്കിക്കേ. അവിടെ അല്ലാഹ് പറയാണ്, സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടു. അസത്യം പരാജയപ്പെടേണ്ടതാണ്. അതാണ് എല്ലാ വേദങ്ങളിലും ഉള്ളത്. സത്യമാണ് ഉണ്ടാകേണ്ടത്, അതാണ് വിജയിക്കേണ്ടത്. അല്ലാതെ ഹിന്ദു ജയിക്കുക, മുസ്ലിം ജയിക്കുക, ബ്രാഹ്മണൻ ജയിക്കുക, RSS ജയിക്കുക, ലീഗ് പരാജയപ്പെടുക, അങ്ങനൊന്നുമല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് പോകണം നമ്മുടെ ചിന്ത. കാലം ഒരുപാട് മാറി. അനുസ്യൂതമായ കാലത്തിന്റെ പ്രവാഹത്തിൽ മൂല്യങ്ങളൊന്നും നശിച്ചു പോകുന്ന അവസ്ഥ നമുക്കുണ്ടാവാകതല്ല. അതുകൊണ്ട് തന്നെ ആലോചിക്കാൻ വേണ്ടി ചില പോയിന്റുകൾ പറയാൻ. ഇവിടെ ഒരുപാട് ആളുകൾ തെറ്റിദ്ധാരണയുമായി ജീവിക്കുന്നുണ്ട്. എന്താണ് ഇസ്ലാം? ആരാണ് മനുഷ്യൻ? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ആദ്യമായി കണ്ടെത്തുന്നത്. ആരാണ് മനുഷ്യൻ? തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിലെ ഒരു കണം. വിശുദ്ധ ഖുർആൻ എന്ന് പറയാൻ, അലം യകുന്നു ചുഫതം മിൻ മനിയ്യിൻ യുംനാ. നിങ്ങൾ ആരായിരുന്നു? കോടിക്കണക്കായ ബീജഗണങ്ങളിൽ ലക്ഷണമൊത്ത തെറിച്ചു വീഴുന്ന ഒരു ബീജം. സയൻസ് പോലും കണ്ടെത്താത്ത കാലത്താണ് ഈ പറയുന്നത്. എന്ത്? തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിലെ. എന്താ? അത് സ്ത്രീയിലേക്ക് ചേർത്തല്ല പറയുന്നത്, പുരുഷനിലേക്ക്. സ്ത്രീയുടെ ഇന്ദ്രിയം തെറിക്കാറില്ല, പുരുഷന്റെ അത് തെറിച്ചു വീഴാറാണ്. എന്തേ അങ്ങനെ പറയാൻ? XY ക്രോമസോം പുരുഷനിലാണ്. XX ചേർന്നാൽ പെണ്ണ്, Xലെ Y അടുത്ത Xനോട് ചേർന്നാൽ ആണ്. അത് ആണും പെണ്ണും തീരുമാനിക്കാനുള്ള ഘടകം പുരുഷനിലാണ്. അതുകൊണ്ടാ പറയുന്നത് എന്ത്? ഏ പെണ്ണേ, ഏ ആണേ, അലം യകുന്നു ചുഫതം മിൻ മനിയ്യിൻ യുംനാ. ഖുർആനിലെ 75-ാം അധ്യായം 37-ാമത്തെ വചനമാണ്. ആ വചനത്തിൽ അല്ലാഹ് പറയുന്നത്, 200 കോടി ബീജഗണങ്ങളിലെ ലക്ഷണമൊത്തൊരു ബീജമായിരുന്നു നീ. ആ ബീജത്തെ അണ്ഡവുമായി കൂട്ടിച്ചേർത്തു. സുമ്മ ഖലഖനൻ നുത്ഫത അലഖ ഫഖലഖനൽ അലഖത മുളഅ ഫഖലഖനൽ മുളഅത ഇലാമാ ഫകസൗനൽ ഇലാമ ലഹ്മാ സുമ്മ അൻശഅനാഹു ഖൽഖൻ നാഹർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. ഖുർആനിലെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ 12 മുതൽ 16 വരെയുള്ള വചനം. എന്തേ പറയുന്നത്? ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പുരുഷൻ 2 മില്ലി ലിറ്റർ, എത്ര? 2 ലിറ്റർ അല്ല, 2 മില്ലി ലിറ്റർ ഇന്ദ്രിയം ഒരു സമയത്ത്. ആ 2 മില്ലി ലിറ്റർ രക്തത്തിൽ കോടിക്കണക്കിന് ബീജം, അതിൽ ലക്ഷണമൊത്തൊരു ബീജം. ഫലിയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ ഖുലിഖ മിമ്മാഇൻ ദാഫിക് യഖ്റുജു മിൻ ബൈനി സുൽബി വത്വറാഇബ്. ഖുർആൻ പറയാണ്, ഖുർആൻ 85-ാം അധ്യായത്തിൽ പറയാണ്, ആ മനുഷ്യ ആലോചിച്ചു നോക്കിക്കോ, നീ തെറിച്ചു വീണ, അതായത് ഒരു പുരുഷന്റെ സെമിനൽ വെസിക്കിളിൽ നിന്ന്, നെഞ്ചെല്ലുകളുടെയും വാരിയെല്ലുകളുടെയും ഇടയിലെ സെമിനൽ വെസിക്കിളിൽ നിന്ന് ഇന്ദ്രിയം, തെറിച്ചു വീണ ഇന്ദ്രിയം, അത് പിന്നെ എന്തായി? അത് സൈക്കോട്ടായി മാറി. സുമ്മ ഖലഖനൽ നുത്ഫ, അത് നുത്ഫയായി മാറി. അത് രക്തപിണ്ഡമായി. ആ രക്തപിണ്ഡത്തെ മാംസം കൊണ്ട് അനാവരണം ചെയ്തു. ആന്തരിക അവയവങ്ങൾ, അനാട്ടമി, സ്വതന്ത്രമായ ശാസ്ത്രശാഖ, ഹ്യൂമൻ ഫിസിയോളജിയിലെ
ഏറ്റവും ശ്രദ്ധേയമായ ആന്തരികാവയവ പഠനങ്ങൾ അതിന്ന് ലോകത്തെ ഏറ്റവും പ്രസിദ്ധമാണ്. കിഡ്നിയെ കുറിച്ച്, ലിവറിനെ കുറിച്ച്, ഹാർട്ടിനെ കുറിച്ച്, അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ച്, പാൻക്രിയാസിനെ കുറിച്ച് വിപുലമായ പഠനങ്ങൾ. അതാണ് അനാട്ടമി എന്ന് പറയുന്ന സ്വതന്ത്ര ശാസ്ത്രശാഖ. അവിടെ അല്ലാഹു ചോദിക്കണേ, നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഖലഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാത്തിൻ സലാസിൻ ദാലികുമുല്ലാഹു റബ്ബുക്കും. വല്ലാത്തൊരു പ്രയോഗം, വല്ലാത്തൊരു പ്രയോഗം. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമർ 6-ാമത്തെ വചനമാണ്. ഇത് മമ്പാട് സഖാഫിന്റെ വയലല്ല, പേരോട് ഉസ്താദിന്റെ വയലല്ല. ഇത് ഖുർആൻ പഠിച്ച മനുഷ്യരുടെ പ്രഭാഷണമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത അതാണ്. പാള കിതാബ് പറയാനല്ല ഞങ്ങൾ ഇവിടെ വന്നത്, അല്ല. മങ്കൂസോദാനല്ല ഞങ്ങൾ വന്നത്, അല്ല. കുപ്പിപ്പാട്ടും കപ്പപ്പാട്ടും പറയാനല്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥം, റസൂലുള്ളാഹിന്റെ വചനം സ്വീകരിക്കാം, തള്ളിക്കളയാം. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ ലാ ഇക്റാഹ ഫിദ്ദീൻ. ഖുർആനിലെ 76-ാം അധ്യായം 3-ാമത്തെ വചനം, ഖുർആനിലെ 18-ാം അധ്യായം 29-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 256-ാമത്തെ വചനം. ഈ മതത്തിൽ ബലാൽക്കാരമില്ല. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. നന്ദിയുള്ളവനായിട്ട് നിനക്ക് ജീവിക്കാം, നന്ദി കെട്ടവനായിട്ടും നിനക്ക് ജീവിക്കാം. ഫമൻ ശാഅ ഫൽയുമിൻ. ഇഷ്ടമുള്ളവരെ, കൂരാടുകാരെ, നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലയോ നിങ്ങൾക്ക് തിരസ്കരിക്കുകയുമാകാം. കാരണം നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുന്നതാണ്. സുമ്മയിലൈനാ ലാ തുർജഊൻ. എന്നിലേക്ക് മടക്കപ്പെടില്ലെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ? അമസിതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഖുർആനിലെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ 115-ാമത്തെ വചനം. മരിച്ചിട്ട് ഈ മണ്ണോട് മണ്ണ് ചേരുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? മിൻഹാ ഖലഖനാകും വഫീഹാ നുഗീദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. മണ്ണിൽ നിന്ന് മണ്ണിലേക്ക്, മണ്ണിൽ നിന്ന് മണ്ണിലേക്ക്, ആ മണ്ണിൽ നിന്ന് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അല്ലെ, മരിച്ചാലോ? അല്ലാഹു പറയാണ്, വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ സുമ്മ യുഗീദുകും ഫീഹാ വയുഖ്രിജുകും ഇഖ്റാജാ വല്ലാഹു ജഅല ലകുമുൽ അർള ബിസ്വാതാ. 20-ാം അധ്യായം സൂറത്തു ത്വാഹ 55-ാമത്തെ വചനം, 71-ാം അധ്യായം 13-18 വരെയുള്ള വചനം. എന്താ, നിങ്ങൾ ഈ മണ്ണിലായിരുന്നു, മണ്ണിന്റെ ഭാഗ അന്ന് ഉണ്ടായത്. ഫ്രൂട്ടൊക്കെ ഉണ്ടായി, ആ ഫ്രൂട്ടൊക്കെ നിങ്ങൾ കഴിച്ചു, ഇന്ദ്രിയമുണ്ടായി, ആ ഇന്ദ്രിയം കൂടി ചേർന്നു, അതിൽ നിങ്ങൾ മനുഷ്യരെ. നിങ്ങൾ അല്ലാഹു പറയാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഖുർആനിലെ 16-ാം അധ്യായം 78-ാമത്തെ വചന, സൂറത്ത് നഹ്ലിലെ 78-ാമത്തെ വചന. അതിൽ പറയുന്നത്, നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നീ ഭൂമിയിലേക്ക് വന്നു ഒന്നും അറിയാത്തവനായി. വല്ലാത്തൊരു പ്രയോഗം അല്ലേ? ജനിച്ചുകൊണ്ട്, നമ്മൾ കരഞ്ഞുകൊണ്ടേ ജനിക്കുന്നു, കരയിപ്പിച്ചുകൊണ്ടേ മരിക്കുന്നു എന്നല്ലേ? അൻതല്ലദീ വലദതുക ഉമ്മുക ബാഖിയ വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ളാഹികം മസ്റൂറാ. ഒരു കവി പറഞ്ഞതാണ്. ആർക്ക് മനസ്സിലാവും? രാമന് മനസ്സിലാവും, ബാലന് മനസ്സിലാവും, സുരേന്ദ്രന് മനസ്സിലാവും, ദേവദാസിന് മനസ്സിലാവും. എടാ, നിന്റെ അമ്മ നിന്നെ പ്രസവിക്കുമ്പോൾ നീ കരഞ്ഞുകൊണ്ടാടാ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് വന്നത്. എടാ കുട്ടാ, നീ കരഞ്ഞിട്ടില്ലെങ്കിൽ അത് ദുരന്തമാണ്. നീ കരഞ്ഞു എന്നുള്ളതാണ് നിന്റെ പുതുമ. നീ കരഞ്ഞില്ലെങ്കിൽ ഭയപ്പെടും ഡോക്ടർമാർ. എന്താ, കുട്ടിക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, കരഞ്ഞുകൊണ്ട് വരണം ഭൂമിയിലേക്ക്. എന്നിട്ട് കവി പറയാണെന്ത്, നീ കരഞ്ഞപ്പോ നിന്റെ ജനനം കണ്ട മാത്രയിൽ ചിരിച്ചു നിന്റെ കുടുംബങ്ങൾ മുഴുവനും. നീ കരഞ്ഞുകൊണ്ടാ വന്നത്, അവരൊക്കെ ചിരിക്കുകയായിരുന്നു. എന്താ, ഒരു പുതിയ കുഞ്ഞിക്കാല് കാണാൻ കഴിഞ്ഞു. എന്നിട്ട് കവി പറയാണ്, അൻതല്ലദീ വലദതുക ഉമ്മുക ബാഖിയ വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ളാഹികം മസ്റൂറാ. ഇനി നിനക്കൊരു മരണമുണ്ട്, നീ മരിക്കുമ്പോൾ നിനക്ക് ചിരിക്കാൻ പറ്റണം, അവരൊക്കെ നിന്നെ ഓർത്ത് കരയണം. നീ ജനിച്ചപ്പോ എങ്ങനെയായിരുന്നു? നീ കരയായിരുന്നു. നീ മരിക്കുമ്പോഴോ നിനക്ക് ചിരിക്കാൻ പറ്റണം, നിന്നെ ഓർത്ത് ബാക്കിയുള്ളവർക്ക് കരയാൻ പറ്റണം. നോക്കൂ, അല്ലാത്തൊരു ചിന്തിക്കുന്നവർക്ക്, അല്ലാത്തവർക്ക് യൗകുലൂന കമാ തൗകുലുൽ അൻആമി വന്നാറു മസ്വല്ലഹും. സൂറത്ത് മുഹമ്മദിലെ 12-ാമത്തെ വചനമാണ്.
നാക്കാലികൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന പോലെ തിന്നും കുടിച്ചും ജീവിക്കുന്നവർക്ക് ഇതൊരു വിഷയമല്ല. ഡെയിലി മന്തി തിന്നവരോടൊന്നുമല്ല ഈ പറയുന്നത്. നേരെ മറിച്ച് കുറച്ച് തിന്നുകയും കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യന്മാരോട്, കുരാടിലെ എൻ്റെ നിവാസികളോട്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ആദമിന്റെ മക്കളോട് ഞാൻ പറയാണ്, നമ്മളാരാ? നമ്മൾ ചിന്തിക്കണം അല്ലേ? പറയപ്പെടാൻ ഒന്നുമല്ലാത്തൊരവസ്ഥ നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? ഉണ്ട്. ഇപ്പൊ അഡ്രസ് ഉണ്ട്. മുജാഹിദ് ബാലുശ്ശേരി വരുന്നു, പല്ല് ഞെരിക്കുന്നവരുണ്ട്. എന്നോട് വെറുപ്പുള്ള ആളുകൾ കൂടുതലാ, ഇഷ്ടമുള്ളവർ കുറവാ. എന്താ കാരണം? ഒന്നുമില്ല, സത്യേ പറയൂ. അതാണ് പ്രശ്നം. അസത്യം തീരെ പറയില്ല. ആർക്കും അങ്ങനെ ഇഷ്ടാവൂല. അതിന്റെ പ്രശ്നമുണ്ട്. അത് ഇവിടെയും ചിലപ്പോൾ സംഭവിച്ചേക്കാം. എനിക്ക് അതിലൊരു വിഷമമില്ല. എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. വേറൊരാൾ ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു കാര്യത്തിലുമില്ല. അങ്ങനെ ആർക്കും ഒരു കണ്ടീഷനും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചിലത് പറയും, നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങൾ ഒരല്പം തലച്ചോറ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നോക്കൂ, ഇവിടെ നമ്മൾ സാധാരണ, ഞാൻ വളരെ ലളിതമായി പറയുന്ന ഒരു കാര്യം, അമ്പലമില്ലാത്ത ഒരു കാലം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. അമ്പലമില്ലാത്തൊരു കാലം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. പള്ളിയില്ലാത്തൊരു കാലം ഉണ്ടായിട്ടില്ലേ? ഇപ്പൊ ബാങ്ക് കൊടുത്തിട്ട് നമ്മളിവിടെ നിർത്തിച്ച്. പള്ളിയില്ലാത്തൊരു കാലം ഇല്ല. ശങ്കുലി മുഴങ്ങാത്ത കാലം, മണിയടി മുഴങ്ങാത്ത കാലം അല്ലേ? തട്ടമിട്ട ഉമ്മയും പൊട്ടുതൊട്ട അമ്മയും ഇല്ലാത്ത കാലം, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും ഇല്ലാത്ത കാലം ഉണ്ടല്ലോ. ഉണ്ട്. എന്നാ ഒന്നോട് ചോദിച്ചോട്ടെ, മനുഷ്യനില്ലാത്ത കാലല്ലേ? ഉണ്ട്. അന്ന് മൃഗങ്ങളില്ലേ? ഉണ്ട്. പശു ഇല്ലേ? ഉണ്ടായിരുന്നു. സൂര്യനില്ലായിരുന്നോ? ഉണ്ട്. ചന്ദ്രൻ ഉണ്ടായിരുന്നോ? ഉണ്ട്. നിലാവലകൾ ഉണ്ടായിരുന്നോ? ഉണ്ട്. ഫോർ എക്സാമ്പിൾ, യേശു ക്രിസ്തു കുരിശിലേറ്റപ്പെട്ട ആളാണെന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. യേശുവിനെ ജൂതന്മാര് കുരിശിലേറ്റി. പിലാത്തോസിന്റെ പടയാളികൾ യേശുവിനെ കുരിശിലേറ്റി. ശരി, കുരിശിൽ കിടന്ന് യേശു മരിച്ചു. ബൈബിളാണേ. കുരിശിൽ കിടന്ന് യേശു മരിച്ചു. വളരെ സിമ്പിളായ ഒരു ചിന്ത പെട്ടെന്ന് ഫോർവേഡ് ചെയ്യണം. ഈ ഭാഗമൊക്കെ 1 മിനിറ്റോ 2 മിനിറ്റോ ക്ലിപ്പാക്കാവുന്നതാണ്. യേശു മരിച്ചു. 3-ാം നാള് യേശു ഉയർത്തെഴുന്നേറ്റു. ക്രിസ്ത്യാനികളുടെ വിശ്വാസം കേട്ടോ, ഇസ്ലാമിൻ്റെ അതല്ല. സൂറത്ത് നിസായിൽ അല്ലാഹു പറയാണ്, യേശുവിനെ അവർ കുരിശിലേറ്റിട്ടില്ല, കൊന്നിട്ടില്ല. അവർക്ക് സാദൃശ്യപ്പെടുത്തപ്പെടുകയായിരുന്നു. ദൈവത്തിലേക്ക് അല്ലാഹു അദ്ദേഹത്തെ ഉയർത്തി. ബൈബിളിലും ഉണ്ടത്, പക്ഷെ ക്രിസ്ത്യാനികൾ കാണാറില്ല. ഇതാണ് വിഷയം. ഇനി ഒറ്റ ചോദ്യം, ഏത് മനുഷ്യന് മനസ്സിലാകുന്ന ഒരു ചോദ്യം. യേശു പിലാത്തോസിന്റെ പടയാളികൾ കുരിശിലേറ്റപ്പോൾ മരിച്ചു എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു. ശരി, മരിച്ചിട്ട് 3-ാം നാള് ഉയർത്തെഴുന്നേറ്റു. ജോർജ്, എന്ത് മനസ്സിലായി തലച്ചോറുള്ളവർക്ക്? യേശു മരിച്ചു എന്നുറപ്പായി. എന്നിട്ടും രാവും ഉണ്ടായി, പകലും ഉണ്ടായി, ലോകം നിലനിന്നു, വായു ഉണ്ടായി, വെള്ളം ഉണ്ടായി. അപ്പൊ എന്ത് മനസ്സിലായി? ഇക്കാര്യത്തിലൊന്നും പങ്കില്ലാത്ത ഒരാളാണ് ഈ കുരിശ് കിടക്കുന്നത്. എങ്ങനെ ഒരു സ്കൂളും പഠിക്കണ്ട, മനുഷ്യൻ 2 കാലിൽ നിൽക്കുന്നവന് മനസ്സിലാവും. വലിയ പള്ളിയിലച്ചന്മാർക്ക് എന്താ മനസ്സിലാത്ത നിങ്ങളോട് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സ്കൂളിന്റെ തെമ്പ് കാണാത്തവന് മനസ്സിലാകുന്ന ഒരു ചിന്തയാണെന്ത്? യേശുവിനെ കുരിശിലേറ്റ് 3-ാം നാളാണ് ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 3:24 മണിക്കൂർ പിന്നിട്ടു. 3:24 മണിക്കൂർ പിന്നിട്ടു. അപ്പൊ രാവുണ്ടാകുന്നതിലോ പകലുണ്ടാകുന്നതിലോ സൂര്യന്റെ സഞ്ചാരത്തിലോ സൂര്യന്റെ നിയന്ത്രണത്തിലോ ആർക്ക് പങ്കില്ലെന്നറിഞ്ഞു യേശുവിന്. എങ്ങനെ? കന്യാമറിയമിന്റെ പുത്രനായി ജനിക്കുന്നതിന് മുമ്പ് രാവില്ലേ? ഉണ്ട്. പകലില്ലേ? ഉണ്ട്. സൂര്യനില്ലേ? ഉണ്ട്. ചന്ദ്രനില്ലേ? ഉണ്ട്. കന്യാമറിയം ജനിക്കുന്നതിന് മുമ്പ് സൂര്യനും ചന്ദ്രനും ഇല്ലേ? ഉണ്ട്. രാവും പകലും ഇല്ലേ? ഉണ്ട്. അപ്പൊ ആ അമ്മക്കും അതിൽ പങ്കില്ല, മോനും അതിൽ പങ്കില്ല. അപ്പൊ പങ്കില്ലാത്തതുകൊണ്ട് തന്നെ കുരിശിൽ കിടന്ന് മരിച്ചപ്പോഴും പങ്കില്ല ക്രൈസ്തവരെ. അപ്പൊ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് ആരാ? സിമ്പിൾ ചോദ്യമല്ലേ? അതിന് ബുദ്ധി വേണോ? പരീക്ഷ എഴുതണോ അതിന്? ഇല്ല, വളരെ സിമ്പിൾ. യേശു ജനിക്കുന്നതിന് മുമ്പ് ആകാശവും ഭൂമിയുണ്ട്, രാവുണ്ട്, പകലുണ്ട് അല്ലേ? കാനനങ്ങൾ ഗർജിക്കുന്ന സിംഹമില്ലേ? ഉണ്ട്. ചിഹ്നം വിളിക്കുന്ന ആനയില്ലേ? ഉണ്ട്. ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളില്ലേ? അതിനു മുമ്പ് മരയാലിലകൾ അപരസ്പന്ദനം ചെയ്തിട്ടില്ലേ? ഉണ്ട്. അപ്പൊ അതാരെ നിയന്ത്രിച്ച്? വായുല്ലായിരുന്നോ? വെള്ളമില്ലായിരുന്നോ? ഉണ്ട്. കാനനങ്ങളിൽ ഇതൊക്കെ അല്ലായിരുന്നോ? ഉണ്ട്. ആഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളില്ലായിരുന്നോ? ഉണ്ട്. പന്നീർ പുഷ്പം വിടർന്നിട്ടില്ലായിരുന്നോ? ആ പുഷ്പമേ അധിക തുംഗപദത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു രാജ്ഞി കണക്കയെ എന്ന കവിതാവചനം, അത് എത്ര മനോഹരമായി അന്നും നിലന്നു ഉണ്ടായിരുന്നു. ഇഷ്ടവധുവാം നിന്നെ സൂര്യനണീച്ച ചിത്രപടകഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്കൊരു ദാഹമുണ്ടായൊടുക്കത്തെ ദാഹം. വാൽമീകി കുറുപ്പിന്റെ കവിതയാണ്. നേരത്തെ പറഞ്ഞു കുമാരനാശാന്റെതാണ്. അന്നൊരു ശരത്കാല പൗർണമി ഒരുക്കിയ ചന്ദനപ്പുഴ നീന്തി
കടന്നു നടന്നൊരാൾ. വൃക്ഷം എന്ന കവിതയിലെ വചന. പക്ഷെ ഈ കവിത രചിക്കാൻ മനുഷ്യനില്ലാത്ത കാലം. ഒന്നാലോചിച്ച് നോക്കിയേ. മനുഷ്യൻ എന്ന സൃഷ്ടി എന്ന് പറയുന്നത് വന്നപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്, ഈ അത്ഭുതമൊക്കെ ഉണ്ടായത് അല്ലേ? കാരണം ഇത് വർണ്ണിക്കാനുള്ള ബുദ്ധി മൃഗങ്ങൾക്കില്ല. അതുകൊണ്ട് അവരാരും അത് പാടിയില്ല, അവരാരും അത് പറഞ്ഞില്ല. അപ്പൊ മനുഷ്യൻ എന്ന ബുദ്ധിജീവി ഈ ലോകത്ത് വരുമ്പോ എല്ലാവരും ഒന്ന് ആലോചിച്ചേ. എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട എൻ്റെ ഹൈന്ദവ സഹോദരൻ ഈ പ്രസംഗം കേൾക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. എങ്ങനെ ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ട്. ബാലാ, ബുദ്ധി കൊടുത്ത് ആലോചിക്ക് കുഞ്ഞിമോനെ. ദേവകിക്ക് 7 കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം 8ാമത്തെ പുത്രനായിട്ട് അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. അപ്പൊ അതിനു മുമ്പേ 7 മക്കളുണ്ടായില്ലേ ദേവകിക്ക്? അതാരെ കൺട്രോൾ ചെയ്തത്? അന്ന് ശ്രീകൃഷ്ണൻ ഇല്ല. അപ്പൊ ശ്രീകൃഷ്ണനയിൽ പങ്കില്ല അല്ലേ? ആലോചിച്ചു നോക്കിക്കേ. ശ്രീകൃഷ്ണനയിൽ പങ്കുണ്ടോ? ചിന്തിക്കുന്നവരാലോചിക്ക്. ദശരഥ മഹാരാജാവിന്റെ മകനാണ് ശ്രീരാമൻ. പുത്രകാമേട്ട് യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും പായസാന്നം ഭുജിച്ച് കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിക്കുമ്പോ അച്ഛനുണ്ട്, അച്ഛന് 3 ഭാര്യമാരുണ്ട്, ബഹുഭാര്യത്വമുണ്ട്. ഉത്തരഖണ്ഡുകാർ ഓർത്താ മതി, കോടതിയും സർക്കാരും ഓർക്കട്ടെ. ദശരഥ മഹാരാജാവ് ബഹുഭാര്യത്വം, ശ്രീകൃഷ്ണനാകട്ടെ 16,000 ഭാര്യമാര്. അതുകൊണ്ട് ബഹുഭാര്യത്തൊക്കെ ചാടിക്കേറി നിരോധിക്കുമ്പോ ശ്രീകൃഷ്ണന്റെ നെഞ്ചത്തേക്കാ കൊള്ളുക, ദശരഥ മഹാരാജാവിന്റെ നെഞ്ചത്തേക്കാ കൊള്ളുക. നിങ്ങൾക്ക് എന്ത് ദശരഥ മഹാരാജാവ് സംഘപരിവാരങ്ങൾക്ക്? ആലോചിച്ച് നോക്കണം നിങ്ങൾ. ശരിക്കും ചിന്തിക്കാൻ പറയാണ്. ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് രാവും പകലും ഉണ്ടായി, സൂര്യനും ചന്ദ്രനും ഉണ്ടായി, നക്ഷത്രങ്ങളുണ്ടായി അല്ലേ? കൂമന്റെ മൂളലായി പേടിപ്പെടുത്തുന്നതും കുയിലിന്റെ കൂകലായി പേടി മാറ്റുന്നതും പിന്നെയൊരു ശസിനെ തോളിലേറ്റുന്നതും സായന്തനങ്ങളെ ചെപ്പിലൊതുക്കുന്നതും സന്ധ്യയെടുത്തു നീ കാട്ടിൽ മറയുന്നതും. ഭൂമിക്കൊരു ചരമഗീതത്തിലെ മനോഹരമായ, ചിന്തനീയമായ, അനിർവചനീയമായ അനുഭൂതി നൽകുന്ന വചനസാഗരങ്ങളാണ്. എത്ര ഗംഭീരമാണ്! അതിൻ്റെ അർത്ഥമൊന്നും വിവരിക്കാനുള്ള ഒരു സമയം എനിക്കിവിടെ ഇല്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഈ പ്രപഞ്ചം മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായി. ഞാൻ യുക്തിവാദികളോട്, നിരീശ്വരവാദികളോടൊക്കെ ചോദിച്ചോട്ടെ, മനുഷ്യവാസമില്ലാത്ത കാലത്ത്, അമ്പലമില്ലാത്ത കാലത്ത്, എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ചിന്തിക്കുക, ഇതൊന്നുമില്ലാത്ത കാലത്ത് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, ചന്ദ്രൻ അതിൻ്റെ നിലാവലകൾ പൊഴിച്ചിരുന്നുവെങ്കിൽ, ബാല ആരാണതിൻ്റെ പിന്നിൽ? ഒന്ന് ചിന്തിക്കുക രമേഷേ, ആരാണതിൻ്റെ പിന്നിൽ? അന്ന് ശ്രീകൃഷ്ണനേ ഇല്ല, മുഹമ്മദ് നബി ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, ആരാരുമില്ല. ആരാ അതൊക്കെ നിയന്ത്രിച്ചത്? ഇപ്പൊ നമ്മുടെ നൗഷാദ് ഹസനും പേരോടും കാന്തപുരം ഒക്കെ പറയുന്നത് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ചിറ്റടി മീത്തൽ അബൂക്കറാണ്. മനസ്സിലായില്ല? ചിറ്റടി മീത്തക്ക് തന്നെ അങ്ങ് മനസ്സിലാവില്ല. സി എം മടവൂര് 18,000 ലോകം നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണ്. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുന്നുള്ളൂ. മൂപ്പര ഹൃദയം നിയന്ത്രിക്കാൻ മൂപ്പർക്ക് കഴിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ ഈ 18,000 ലോകം? ചോറ് തിന്ന് തന്നെ വേണ്ട, എന്നാൽ തന്നെ ബുദ്ധി ഉണ്ടാവും. പിന്നെ ചോറ് കൊടുത്തുന്നാലോ? പന്നാരി ചങ്ങയവരെ പറഞ്ഞു മനസ്സിലായോ? അതായത് ഇത് അങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ ഈ കൈപ്പിടി ഉണ്ടോ? ഇത് കണ്ടോ? ഈ വലിപ്പാണ് എൻ്റെ ഹൃദയം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കൈപ്പിടി ഇങ്ങനെ പിടിച്ചു നോക്കിയ വലത്തെ കൈ ഇത്ര വലിപ്പേ ഓരോരുത്തരുടെ ഹൃദയം ഉണ്ടാവും. ഒരാളെ കൈ ഇത്ര വലിപ്പുണ്ട് വിചാരിക്കുക, എങ്കിൽ അയാളെ ഹൃദയം ഇത്ര ഉണ്ടാവും. ഒരാളത് ഇത്രയേ ഉള്ളൂ അത്ര ഉണ്ടാവും, ഒരാളത് ഇത്രയേ ഉള്ളൂ അത്ര ഉണ്ടാവും. ചിറ്റടി മീത്തൽ അബൂബക്കർ എന്ന സി എം മടവൂരിന്റെ ഹൃദയം, അയാളുടെ കൈപ്പിടിയുടെ വലിപ്പുണ്ടായിരുന്ന ഹൃദയം, അതിന്റെ മിടിപ്പ് നിന്നത് കൊണ്ടാണല്ലോ മൂപ്പര് മരിച്ചു എന്ന് പറയുന്നത്. 35 കൊല്ലം മുമ്പ് മരിച്ചു എന്ന് പറയുന്നത് സി എം മടവൂര് മരിച്ചെന്ന്. ഞാൻ ചോദിക്കുകയാണ്, പൊന്ന് SSFന്റെ SKSFിനൊക്കെ മനുഷ്യന്മാരോടെ ഞാൻ ചോദിക്കണം, നിങ്ങൾ ഇങ്ങനെ വിവരല്ല എന്നായിപ്പോ സമൂഹങ്ങളെ നോക്കിച്ചിരിക്കൂലേ? എന്താ ഈ കൈപ്പിടിയുടെ വലുപ്പത്തിലുള്ള ഹൃദയം നിന്നത് കൊണ്ടാണല്ലോ മൂപ്പര് മരിച്ചത്. ഈ കൈപ്പിടി വലുപ്പത്തിലുള്ള ഹൃദയം തൻ്റെ കൺട്രോളിലല്ലെങ്കിൽ 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യൻ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാവുമോ? ആവോ? നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾക്കും അല്ലാവൂ. കൂരാട്ടുകാർക്ക് ബുദ്ധി തരാതെ നിന്നിട്ടില്ലല്ലോ, ഇല്ലേലോ? ഉറപ്പല്ലേ? നിങ്ങൾ നല്ല ബുദ്ധിയുള്ള ആളുകളല്ലേ, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു ജില്ലയിലുള്ളവർ. നിങ്ങളൊന്ന് ആലോചിക്കുക. സ്വന്തം ഹൃദയം നിയന്ത്രിക്കാനാവാതെ മറ്റൊരുത്ത മയ്യത്ത് കുളിപ്പിക്കാൻ കിടന്നുകൊടുത്ത ഒരു ബോഡി, മണ്ണോട് മണ്ണ് ചേർന്ന്, ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറയാം, സുന്നികളെ, സി എം മടവൂരിന്റെ കവർ തുറക്കാൻ നിങ്ങൾ ഇന്നെ ഏൽപ്പിക്കുക. നല്ല കൈക്കോട്ടുകൊണ്ട് കൊത്തി തുറന്ന് ഇരുമ്പിച്ച് കിടക്കുന്ന ഒരു ബോഡി നിങ്ങൾക്ക് കാണിച്ചു തരും. അത് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ. ഞാൻ പറയുന്നത്, മനുഷ്യനല്ല ബുദ്ധി കൊടുത്തിട്ട് എന്തായി പോവുകയാണ്?
ഈ ലോകത്തിനൊരു സിറ്റാവുണ്ട് എന്ന് പറയണ ഞങ്ങളിവിടെ വന്ന്, അതാണ് ബാലന്റെ അള്ളാഹു എന്നാണ് ഞങ്ങൾ പറയുന്നത്. സുരേന്ദ്രന്റെ അള്ളാഹു അതാണെന്ന് പറയും അല്ലേ. ഇന്നിപ്പോ ഇവിടെ പള്ളിയിൽ നിന്ന് ബാങ്കോ കേട്ടല്ലോ, ഇവിടെ സുന്നിക്കും പള്ളിയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്ക് പള്ളിയുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് അള്ളാഹിനോട് പറഞ്ഞത്? സർവസ്തുതിയും സർവലോക പരിപാലകനായ റബ്ബിനാണ്. പിന്നെ എങ്ങനെ സി എം അടൂരിനായി പോയത്? സൂറത്ത് ഫാത്തിഹയുടെ 2-ാമത്തെ വചനം എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതികളും സർവലോക പരിപാലകനാണ്. പിന്നെ എങ്ങനെ കൂട്ടരെ അത്? നിങ്ങൾ നോക്ക്, നൗഷാദ് ഹസനി എന്ന് പറയുന്ന ഏറ്റവും പിഴച്ച, മാനവ ചരിത്രത്തിലെ ഏറ്റവും പിഴച്ചൊരു ജന്മം ഫിറൗനൊന്നല്ല, നൗഷാദ് ഹസനി എന്ന് പറഞ്ഞ സാധന. അതിനെ വളർത്തിയത് ഇവിടുത്തെ സമസ്തയാണ്. ഓൻ പറയുന്നത് എന്താ അറിയോ? അതൊക്കെ ഇങ്ങോട്ടൊക്കെ ഓൻ്റെ പ്രസംഗമാണ് എൻ്റെ അടുത്തുണ്ട്. എൻ്റെ മൊബൈലിൽ ഓൻ്റെ പ്രസംഗം മാത്രമുണ്ട് 100 എണ്ണം. ഓൻ പ്രസംഗിക്കണം എന്താ അറിയോ? നിങ്ങൾ ഒരു മൊബൈൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഹദിയ കൊടുത്തു. ഓൻ്റെ പ്രസംഗം കേട്ടോ, ഞാൻ വെറുതെ പറയല്ല, പേരോട് ഗണ്ഡിച്ചിട്ടുണ്ടായിനെ. കാരണം സഹിക്കാൻ പറ്റാത്ത വിവരക്കട പറഞ്ഞു നടക്കണത് എല്ലാ സ്ഥലത്തും. ഓൻ എല്ലാ ദിവസവും പ്രസംഗിക്കുക. ഇറാനിൽ നിന്ന് കോടിക്കണക്കിന് ഉറുപ്പിക ഓന് കിട്ടുന്നത് ഷിയായിസം വളർത്താൻ. ജൂതന്മാർ വന്നിട്ടാണ് ഓൻ്റെ കുരുവട്ടൂർ പോയിട്ട് ഓഫീസിൽ മീറ്റിംഗ് കൂടുന്നത്. എൻ്റെ കണ്ണുകൊണ്ട് കണ്ട സുഹൃത്തുക്കളെ, എയർപോർട്ടിൽ നിന്ന് ഓൻ്റെ ടീം ഈ ജൂതന്മാരെയും കൂട്ടി ഇറാനിൽ നിന്ന് വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ യാത്രയിൽ ഞാൻ കണ്ടതാണ്. നിങ്ങൾ മനസ്സിലായിക്കോളെ. SSകാരോട് പറയും, നിങ്ങൾ ചിന്തിച്ചോളൂ. ഇതാ ഓൻ്റെ വർത്താനം എന്താ? ഓൻ പറയണേ, ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് മൊബൈൽ കൊടുത്തു, എറണാകുളക്കാരനായ ഒരു സുഹൃത്തിന് കോഴിക്കോട് നിന്ന് ഞാൻ മൊബൈൽ വാങ്ങിക്കൊടുത്തു. പിന്നെ ഈ മൊബൈലിൻ്റെ നിയന്ത്രണം എനിക്കാവുമോ? നിങ്ങൾ പറ. ഇല്ല. ബുദ്ധി ഉപയോഗിച്ചാൽ ഇല്ല, എനിക്കല്ല. ഇതെങ്ങനെ നിയന്ത്രിക്കുന്നത് ഓനായിരിക്കും, എറണാകുളത്ത് കുത്തിരിഞ്ഞിട്ട്. ഉറപ്പല്ലേ? ഇതുപോലെയാണ് അത്രേ മരിച്ചുപോയ ഹൃദയം നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ചിറ്റടി മീത്തൽ അബൂക്കറിന് അള്ള ലോകത്തിൻ്റെ നിയന്ത്രണമായിട്ട് കൊടുത്തിട്ട് ക്രിസ്ത്യാനികൾ പറയുന്ന പോലെ അള്ള വിശ്രമിക്കാൻ പോയി. ഇത് പ്രസംഗിക്കുന്നവൻ്റെ പേരാണ് നൗഷാദ് ഹസനി. ഓനെ തീറ്റിപ്പൊറ്റിയ പാവം പിടിച്ച SSകാരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ ആളുകളെ തീറ്റിപ്പൊറ്റുന്നത്. ആ നേരം തെരുവ് കിടക്കുന്ന പാവപ്പെട്ടവന് ഒരു ടാർപ്പായി വലിച്ചെട്ടി കൊടുത്ത് നിങ്ങൾക്ക് കൂലി കിട്ടും. ഈ ജാതിനെ പോറ്റുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് അതാ. ക്ഷമിക്കണേ, ഇതിങ്ങനെ ഗൗരവത്തിൽ പറഞ്ഞിട്ടില്ല. എൻ്റെ ബാപ്പ എനിക്ക് മുജാഹിദ് എന്നാ പേരിട്ട്. എൻ്റെ ബാപ്പ എനിക്ക് പേരിട്ട് മുജാഹിദ്. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ആൺകുട്ടിയും. അതുകൊണ്ട് ഞാൻ ഈ സത്യങ്ങളോട് വിളിച്ചേർ ധർമ്മസമരം ചെയ്യുന്ന ആൺകുട്ടിയും. ഫളല്ലാഹുൽ മുജാഹിദീൻ. അല്ലാന്റെ ഖുർആനല്ല, മുജാഹിദുകൾക്ക് പദവി ഉയർത്തിയിട്ടുണ്ട്. ഓല അല്ലാഹു ഖായിദീന ദറജ. വെറുതെ കുത്തിരിക്കുന്നവരെക്കാൾ ആ പ്രവർത്തിക്കുന്ന മുജാഹിദുകൾക്ക് ഞാൻ പദവി ഉയർത്തി. 4-ാം അധ്യായം 95 മുതൽ 97 വരെയുള്ള വചനങ്ങൾ വായിച്ചു നോക്ക്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ കള്ളം പറയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു മൊയ്ലിയാരുടെ പ്രസംഗമാണ് എന്ത്? ഈ മൊബൈൽ ഞാൻ ഒരാളെ ഏൽപ്പിച്ചാൽ പിന്നെ ഇതിന്റെ നിയന്ത്രണം എനിക്കില്ല. അങ്ങനെ ഈ ലോകം മുഴുവനും 18,000 ലോകം എന്നാവും പറയുന്നത്. 18,000 ലോകത്തിന്റെ നിയന്ത്രണവും മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന ഒരു മനുഷ്യനാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ഉളുപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് ആലോചിച്ചൂടെ മനുഷ്യന്മാരെ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ പറയുന്നത് ശരിയല്ല. അത് മുജാഹിദ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിന്നെ എതിർത്തു വരണ്ട. ആ പറഞ്ഞത് സത്യമാണ്. എന്തൊക്കെ ആയിക്കോട്ടെ, മുജാഹിദ് ബാലശേഖരൻ നിങ്ങൾക്ക് വെറുപ്പാ, പക്ഷെ പറഞ്ഞതൊരു ഹക്കാ. ഇഞ്ചാതി വിവരക്കെട പറയണമെങ്കിൽ അത് ഞങ്ങൾ സ്വീകരിക്കാനില്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ? നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ പറയുന്ന ഒരു വിവരക്കേട് വേറെ ആരും നിങ്ങളെ കൂടെ കൂടിയില്ലെങ്കിലും ഈ ഉള്ളവൻ കൂടും. വിവരക്കേടാന്ന് ബോധ്യായാൽ പിന്നൊരുത്തരം കാത്തിക്കൂല. കാരണം ജീവിതത്തിൽ ഒരിക്കലും ഒരാളെ ചെലവിൽ ഞാൻ ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ പറയണത് എനിക്ക് ഇങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. അത്ര ബോറായൊരു ജനതയാണ് നമ്മുടെ ലോകത്ത് ജീവിക്കുന്നത്. അത്ര ബോറായൊരു ജനത. നിങ്ങൾ ആലോചിച്ചു, പണ്ട് ഞാൻ പറഞ്ഞിരുന്നു പാമ്പിനെയാണോ പേടിക്കേണ്ടത് മൊയ്ലിയാരാണോ പേടിക്കേണ്ടത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മൊയ്ലിയാരാ പേടിക്കേണ്ടത്. ഇപ്പൊ പകരം അക്സനി പറയാണ്, തീർച്ചയായും മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞാൽ ശരി, മൊയ്ലിയാരെ വിഷം കയറി പാമ്പ് മരിച്ചു. മൊയ്ലിയാരെ വിഷം തട്ടിയിട്ട് പാമ്പ് മരിച്ചു എന്ന് പരസ്യമായിട്ട് പകരം അക്സനി പ്രസംഗിച്ച. ഞാനും അത്രേ പറഞ്ഞിട്ടുള്ളൂ, മൊയ്ലിയാർക്കാണ് പാമ്പിനേക്കാൾ വിഷം. അത് ഞാൻ പറഞ്ഞപ്പോ മുജാഹിദുകൾ എന്നോട് ചോദിച്ചു അങ്ങനൊക്കെ കടുപ്പിച്ച് പറയണോന്ന്. പകരം അക്സനി പറയാണ് മൊയ്ലിയാർക്കാ വിഷം കൂടുതൽ എന്ന്, പാമ്പ് ചത്തു ചെയ്യുന്നു. ആ ക്ലിപ്പ് ഇങ്ങൊക്കെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയാലൊന്ന് കയ്യൊന്തിക്ക്. ആയിട്ട് എത്രയോ ആളുണ്ട്, എത്രയോ ആളും നാട്ടിലുണ്ട്. പകരം അക്സനി എന്ന് പറയുന്ന കാന്തപുരത്തിന്റെ ഏറ്റവും വലിയ ആള് കേരള ജനതയോട് വിളിച്ചു പറയണം മൊയ്ലിയാർക്കുള്ള വിഷം മൂർഖം പാമ്പിനില്ല. ഞാനും അത്രേ പറഞ്ഞുള്ളൂ. ആരും ദേഷ്യം പിടിക്കൊന്നും വേണ്ട, പച്ച സത്യമാണ് ആ പറയുന്നത്. നിങ്ങൾ ശരിക്കും മനസ്സിലായിക്കോളെ. അതുകൊണ്ട് തന്നെ നമ്മളൊരു അള്ളാനെ ഞാൻ ചോദിക്കുക, പടച്ചോൻ എങ്ങനെ ഈ 18,000 ലോകവും നിയന്ത്രിക്കുന്ന ശ്രീരാമനാന്ന് ഒരു സന്യാസി ഇന്ന് വരെ പ്രസംഗിച്ചിട്ടില്ല. ഞാൻ 80-ലധികം ക്ഷേത്രത്തെ പ്രസംഗിച്ചൊരു പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് പ്രസംഗിക്കാൻ കഴിഞ്ഞൊരു എളിയ പ്രബോധകനാണ് ഞാൻ. 300 മാനവ മൈത്രി സമ്മേളനത്തിൽ എൻ്റെ ആയുസിനിടയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഈ 300ഓളം മാനവ മൈത്രി സമ്മേളനത്തിൻ്റെ കൂടെ പള്ളിയിലച്ചന്മാരുണ്ടാവും, സന്യാസിമാരുണ്ടാവും. ഇന്ന് വരെ ഒരു പള്ളിയിലച്ചൻ പോലും 18,000 ലോകം നിയന്ത്രിക്കുന്ന യേശു ആണെന്ന് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ലെന്ന് വരെ. പക്ഷെ മൊയ്ലിയന്മാർ അതിനു വേണ്ടി മാത്രമല്ല ഇപ്പം ജീവിക്കുന്നത്. ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത് കോഴിക്കോട്ടുള്ള എൻ്റെ ഉമ്മൻ്റെ തറവാടിൻ്റെ തൊട്ടപ്പുറത്തുള്ള മുറ്റത്തുള്ള മരിച്ചിട്ട് മണ്ണോട് മണ്ണ് ചേർന്ന്
സുഹൃത്തുക്കളെ, ഞങ്ങൾ അയൽവാസികളായി ജീവിച്ച മനുഷ്യന്മാരാണ്. ഈ പറഞ്ഞ ചിറ്റടിമീത്ത് എൻ്റെ അമ്മ ജനിച്ച തറവാടിൻ്റെ മുറ്റത്താത് ഈ സംഗതി. മനസ്സിലായി നിങ്ങൾക്ക്? പടനിലത്തിൻ്റെയും മടവൂരിൻ്റെയും ഇടക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മാമനം കണ്ടായിരുന്നു ഈ മനുഷ്യൻ. നോമ്പിന് പട്ടാപ്പകല് ബിരിയാണി തിന്നുന്ന മനുഷ്യൻ, സ്വർണ്ണ ചെയിൻ ഇടുന്ന മനുഷ്യൻ, കുളിക്കാതെ ജീവിച്ച മനുഷ്യൻ, 10 കൊല്ലം ജുമാക്ക് പോകാത്ത മനുഷ്യൻ. ഈ മനുഷ്യൻ ചിലപ്പോൾ പടച്ചോൻ്റെ അടുത്ത് രക്ഷപ്പെടും. കാരണം മെന്റലി ഡിസോർഡർ ആയിരുന്നെങ്കിൽ അദ്ദേഹം പടച്ചോൻ്റെ അടുത്ത് കഴിച്ചില്ല. പക്ഷെ ഇവരുടെ പേരിൽ ഈ ജനങ്ങളെ പറ്റിക്കുന്ന ഉസ്താദുമാരെങ്ങനെ കഴിച്ചില്ലാവും? ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതുകൊണ്ട് പടച്ചോനെ കുറിച്ചുള്ള ഒരു പഠനം കൂടിയാണിത്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ ലോകത്തിനൊരു സിട്ട നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് ശരിക്കറിയോ? ഋഗ്വേദം 4 ചതുർവേദങ്ങളുണ്ട് ഹൈന്ദവർക്ക്. ആ ഋഗ്വേദത്തിന്റെ 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിനുള്ളത്. അതിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ പറയുന്ന എന്താ അറിയുന്നത്? ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതപതിരേക ആസീത് സദാധാര പൃഥിവ്യും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിദേമാം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥമോ? ഈ ലോകത്ത് മുഴുവനും സൃഷ്ടിച്ച് അടക്കി ഭരിക്കുന്ന അണ്ടകടാഹത്തിന്റെ അതീശാധികാരിയായ സർവശക്തനായ ദൈവം ഉണ്ടോ? ദൈവം ഋഗ്വേദം പോലും പറയുന്നത്. മൊയ്ലിയാമാരോ അത് ചിറ്റടിമീത്തിൽ അബൂക്കറാണ്. നോക്കണം എവിടെയാണ് നമ്മുടെ പിഴവ്. ഇവിടുത്തെ ഹൈന്ദവനെയോ ഇവിടുത്തെ ക്രൈസ്തവനെയോ അപകരിച്ച് ഇസ്ലാം പറയാൻ ഒരവകാശം ഇല്ലാത്തവരാണ് SKSSF SSF. ആലോചിച്ചോളൂ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടല്ലോ ഒരു ജാക്കിർ നായിക്ക് നിങ്ങൾക്കില്ലാത്ത, അതുകൊണ്ടല്ലോ ഒരു അഹമ്മദ് ദീദാത്ത് നിങ്ങൾക്കില്ലാത്ത, അതുകൊണ്ടല്ലോ ഒരു MM അക്ബർ നിങ്ങൾക്കില്ലാത്ത. എന്തല്ലാത്തത്? എന്താ നിങ്ങൾക്കില്ലാത്തത്? നിങ്ങൾക്ക് മറ്റുള്ളവരോട് തൗഹീദ് പറയാൻ പറ്റില്ല. നിങ്ങൾ ശിർക്കിലാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് പറയാൻ പറ്റില്ല. നിങ്ങൾ ഇനി പറഞ്ഞു ബാലൻ ചോദിക്കൂലേ, എടാ എൻ്റെ അത്ര പൊട്ടപ്പോയത് എനിക്ക് എന്തായാലും ഇല്ല. എൻ്റെ അയൽവാസിയായിരുന്നു അബൂബക്കർ. മനുഷ്യൻ എങ്ങനെ ജീവിച്ചു എന്ന് എനിക്ക് നേരിട്ട് കണ്ടറിയാം എന്ന് മാധവൻ പറയും. അയാളെ 18,000 ലോകം നിയന്ത്രണം ഇജ്ജി പറഞ്ഞ ആ പൊട്ടപ്പോയത്തെ വിശ്വസിക്ക് എന്നെ കിട്ടൂല. ഒരു ഹിന്ദു പറയും, എവിടെയുള്ള മടവൂരുള്ളേ പരിശോധിക്കും നിങ്ങളെല്ലാവരും. നാളെ നേരം വെളുത്തേ നമ്മളാരാ ഉണ്ടാകുക? നാളെ ലോകം ഉണ്ടാവും. നമ്മളുണ്ടാവുമോ? നാളെ ലോകം ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. നാളെ ലോകം അവസാനിക്കില്ല. പക്ഷെ ഞാനും നിങ്ങൾ ഉണ്ടാവുമോ? അത് നമുക്കൊരു ഉറപ്പില്ല. എന്താ ലോകം ഉണ്ടാവും എന്നുള്ളതിന് ഉറപ്പ്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാചകം അതാണ്. നാളെ ലോകം ഉണ്ടാവും. അത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ലോകം അവസാനിക്കില്ല, വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് അത്ര ദിവസങ്ങൾ കാത്തുക. അതിൻ്റെ ഇടയ്ക്ക് ഈസാ നബി വരണോ, 40 കൊല്ലം നമ്മുടെ ഭരണം നടക്കണോ? അപ്പൊ എന്തായാലും ലോകം നാളെ അവസാനിക്കില്ല. പക്ഷേ വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബി അയ്യി അർളിൻ തമൂത്. ലേ, എവിടെ വെച്ച് മരിക്കും, നാളെ എന്ത് സംഭവിക്കും, അത് നമുക്കൊരാൾക്കും അറിയില്ല. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കൊള്ളേ, പടച്ചോനിലേക്ക് മടങ്ങല എല്ലാവർക്കും നല്ല, എല്ലാവർക്കും. വേദഗ്രന്ഥമൊക്കെ പഠിപ്പിക്കുന്നതാ. നമ്മൾ സാധാരണ സ്വർഗ നരകങ്ങളെ കുറിച്ച് പറയും. ഇസ്ലാമാണ് അത് ഏറ്റവും കൂടുതൽ പറയുന്നത്, മുജാഹിദുകളാണ് അത് ഏറ്റവും കൂടുതൽ പറയുന്നത്. സ്വർഗവും നരകവും ജമാഅത്തെ ഇസ്ലാമി താരതമ്യേന കുറവാണ്. ഞാൻ കുറ്റപ്പെടുത്തല്ല നിങ്ങളെ. നിങ്ങൾ പബ്ലിക്കിൽ വന്ന് സ്വർഗ നരകം പറയുന്ന എത്ര പ്രസംഗം ഉണ്ട് നിങ്ങളെ? ഒന്ന് ഫോർവേഡ് ചെയ്തിരി. നിങ്ങൾ ഉണ്ടാവാൻ കുറവാ. നിങ്ങൾ പ്ലാച്ചിമട പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇന്നത്തെ ഇന്ത്യ പറയുന്നുണ്ട്, ഫാസിസം പറയുന്നുണ്ട്. അതിനപ്പുറത്ത് ദീൻ എന്താ പറയുന്നത് നിങ്ങൾ എന്നെ ഗൗരവമായിട്ട് ആലോചിക്കണം. ഇനി ദീന് പറയേണ്ട കാലമായത്. ദീന് പറയേണ്ട കാലം ആയത്തും ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇവിടുത്തെ ഇതര മതക്കാരോട് വേറൊന്നും നമുക്ക് പറയാനില്ല. ഒരു ഖുർആൻ പരിഭാഷ ഇറക്കി ഒരു സമ്മേളനത്തിൽ കഴിഞ്ഞ ആഴ്ച. വള്ളിയുമില്ല പുള്ളിയുമില്ല, അർത്ഥവുമില്ല വേറെയുമില്ല, ഒക്കെ തെറ്റിച്ചാ കൊടുത്ത്, ഒക്കെ അവനാന്റെ ഇച്ഛയാ കൊടുത്ത്. വിശുദ്ധ ഖുർആനിന് പുതിയ അർത്ഥവും വ്യാഖ്യാനം കൊടുത്തിട്ടാ മുസ്ലിങ്ങളെ പഠിപ്പിക്കാനാണ് അത്രേ. അതിൽ നിന്ന് ചിലതൊന്നും കൊടുത്താൽ ഓൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് വിരോധം തോന്നിയാലോ ഇസ്ലാമിനോട്. അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കി. കഴിഞ്ഞ ആഴ്ച സമ്മേളനം നടന്ന ഒരു സ്റ്റേറ്റ് സമ്മേളനം. ആളെ പേരും അർത്ഥമൊന്നും ഞാൻ പറയില്ല. ആ പരിഭാഷ വാങ്ങി വായിച്ചു നോക്ക്. ഒരു തലയും പാലുമില്ല, ഒരൊറ്റ കുട്ടി കൈകൊണ്ട് തൊട്ട് വരുന്ന ആ സാധനം. അത്ര അപകടകാരിയാണ്. സൂറത്ത് ഫാത്തിഹ പോലും അള്ളാഹു റസൂലും പഠിപ്പിച്ച പോലെ എല്ലാ അർത്ഥം കൊടുത്ത് പരിശോധിച്ച് നോക്കി നിങ്ങളെ. അത്ര അപകടം പിടിച്ചൊരു പരിഭാഷ. മനസ്സിലായോ? ഞാൻ അതിന്റെ ചില ഭാഗം വായിച്ചിട്ട് സത്യമാണ്, അള്ളാഹു ആണേ അത് മാത്രം പ്രസംഗിച്ചാൽ പോലും എൻ്റെ വികാരം തീരില്ല ഇവിടെ. അത്ര മോശമായ രൂപത്തിലാണ് സൂറത്ത് ബഖറയിലെ ചില ആയത്തുകൾക്കൊക്കെ. അള്ളാഹ് സംഭവിക്കും എന്ന് പറഞ്ഞാൽ സംഭവിക്കില്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിട്ടില്ല. അള്ളാഹ് ഉണ്ടായി എന്ന് പറയാം, ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അള്ളാഹ് അങ്ങനെ ബാധിക്കും അത് ഉണ്ടായിട്ടില്ല അറിയാം. അങ്ങനെ അള്ളാഹ് പറഞ്ഞതിന് നേരെ എതിര് പറയാൻ എന്തിനാണോ ഒരു മലയാള പരിഭാഷ? ആ ചെറിയ മുണ്ടത്തിന് തന്നെ പോരെ. ചെറിയ മുണ്ടാരതും അല്ലല്ലോ. കുഞ്ഞുമുഹമ്മദ് വന്നതിനും അതിന് പുറമെ ഒന്ന് ഇറക്കി വെക്കുക. അതെന്താ ഇറക്കിയത്? അവനാന്റെ ഇച്ഛ. അത് കുത്തി നിറച്ചിരിക്കുകയാണ്. അതിൽ അറബിയില്ല വേറുമില്ല. എന്താന്നൊരു എത്തും പിടിയും കിട്ടണില്ല. അത് മുസ്ലിമിന് തന്നെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, പിന്നല്ല മുസ്ലിമിന് കിട്ടുന്നത്. സഹോദര ആലോചിക്കാനാ ഞാൻ പറയുന്നത്. നേർക്ക് നേരെ മനുഷ്യരോട് പച്ചയായി ഖുർആൻ ഉദ്ധരിച്ച് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അള്ളാഹ് സൃഷ്ടിച്ചവനാണോ മാധവൻ എങ്കിൽ മാധവൻ അള്ളാന്റെ ഖുർആൻ തിരിയും. കാരണം അള്ളാഹ് പറയുന്നത് എന്താണ്?
അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. മനുഷ്യരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം. ബിഇദ്നി റബ്ബി, റബ്ബിന്റെ അനുമതിയോടെ, റബ്ബിന്റെ എഴുതിനോടെ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും സത്യത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം. 14-ാം അധ്യായം 1-ാമത്തെ വചനം. പരിശുദ്ധ റമദാനിന്റെ പടിവാതിക്കലാ നമ്മള്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. 2-ാം അധ്യായം 185-ാമത്തെ വചനം. മാനവരാശിയെ സത്യത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാധവേട്ടനോട് ചോദിക്കുകയാണ്, സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കാറുണ്ടോ? സന്യാസിമാർ നിങ്ങൾക്ക് സ്വർഗനരകങ്ങളെ കുറിച്ച് പറഞ്ഞു തരാറുണ്ടോ? പക്ഷെ നിങ്ങളുടെ വേദത്തിൽ അതുണ്ട്, എന്നിട്ടും പറഞ്ഞു തരാറുണ്ടോ? ഇതാണ് ചോദ്യം. ആ മുസ്ലിം സഹോദരങ്ങളുടെ ചോദ്യം. നിങ്ങളുടെ വേദഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സ്വർഗമുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ വായിച്ചോ? ഇപ്പം നിങ്ങൾ ആലോചിച്ച്, സൂറത്ത് ഫാത്തിഹ കഴിഞ്ഞാൽ 2-ാമത്തെ അധ്യായത സൂറത്ത് ബഖറയാണ്. നരകവും സ്വർഗവുമാണ് തുടക്കം തന്നെ, അല്ലേ? നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഭഗവത്ഗീത 18 അധ്യായമാണ് ഭഗവത്ഗീത. ഭീഷ്മപർവം മുതലാണ് ആരംഭിക്കുന്നത്. മഹാഭാരതത്തിലെ ഭീഷ്മപർവം അഥവാ 25-ാം അധ്യായം, എന്നിട്ട് 42 വരെയുള്ള 18 അധ്യായം. കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, വിജ്ഞാനകാന്ഡം. ഓരോ കാണ്ഡത്തിൽ 6 അധ്യായം, 18 അധ്യായം, അല്ലേ? 3 18 700 ശ്ലോകം. അതിലെന്താ പറയണ നിങ്ങള്? അർജുനൻ യുദ്ധം ചെയ്യൂല എന്ന് പറഞ്ഞ്. ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, നല്ലൊരു പോയിന്റാണ്, ശരിക്കും നോക്കിക്കോളി. അർജുനൻ പറയാണ്, ദാ ഇവിടെ അശ്വത്ഥാമാവുണ്ട്, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണനുണ്ട്, ഭീഷ്മാചാര്യരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇവരോടൊന്നും ഞാൻ യുദ്ധം ചെയ്യില്ല. എനിക്ക് അങ്ങനെ യുദ്ധം ചെയ്തിട്ട് ഭൂമിയും വേണ്ട, സ്വത്തും വേണ്ട, അധികാരവും വേണ്ട എന്ന് ആര് പറയാണ്? അർജുനൻ പറയാണ്. അർജുനൻ പറയാണ്, ഞാൻ ഈ NIA എന്ന് പറഞ്ഞിട്ട് ഒരു ഏജൻസി ഉണ്ടല്ലോ ഇന്ത്യക്ക്. അപ്പം അവരൊരിക്കൽ എന്നെ കൊണ്ടുപോയി, ഒരിക്കലല്ല 8 പ്രാവശ്യം. അവസാനം ഓരൊക്കെ എൻ്റെ ആളായി തീർന്നു. അത് വേറെ വിഷയം, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഒരിക്കലും കൊണ്ടുപോയപ്പോൾ എന്നോട് അവർ ചോദിക്കുകയാണ്, നിങ്ങൾ സ്വർഗത്തെ പറ്റി പ്രസംഗിച്ചിട്ട് ആളുകളെ തീവ്രവാദിയാക്കുന്നുണ്ട്, ഭീകരവാദിയാക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് അവിടെ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടോ പറയുന്നത്. ഈ NIA ഒക്കെ കൊണ്ടുപോയാൽ ചെറിയ കാര്യമൊന്നുമല്ല. 8 മണിക്കൂറൊക്കെയാണ് അവിടെ ഇരുന്ന് കൊടുക്കേണ്ടത്. 8 മണിക്കൂർ ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ അവിടെ ഇരുന്ന് കൊടുക്കുമ്പോൾ അവർ ചോദിക്കണം, അല്ല സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ട് ജറൂർ ഉണ്ടാക്കി കുറേ ആളുകളെ രാജ്യത്തേക്ക് അങ്ങോട്ടയക്കുണ്ട്, ഇങ്ങോട്ടയക്കുണ്ട്, അങ്ങനെ ഉണ്ടായി, ഇങ്ങോട്ടയക്കുണ്ട്. ഞാൻ ചോദിച്ചു, സാറേ പേരെന്താ? എൻ്റെ പേര് പ്രവീൺ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തെപ്പറ്റി പറഞ്ഞ് വികാരം കൊള്ളിച്ച് യുദ്ധം ചെയ്യിപ്പിച്ച ആദ്യത്തെ ആള് ശ്രീകൃഷ്ണനാണ്. അപ്പൊ ഇയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കി, ഇനി എന്താ എങ്ങനെ പറയണത് ചോദിച്ചു. ഞാൻ സത്യ സാർ പറയണത്, നിങ്ങൾ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. എന്നാ ശരിക്കും വായിച്ചിട്ടുണ്ടോ ചോദിച്ചു. പറഞ്ഞാ നിങ്ങൾ പറയും, എന്താ പറയാൻ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞു, എനിക്ക് ലോകവും വേണ്ട, ഭൂമിയും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞേ. അപ്പൊ അർജുനനെ കൊണ്ട് പിന്നെ യുദ്ധം ചെയ്യിപ്പിച്ചത് കൃഷ്ണനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ആരെയും കൊല്ലൂല എന്ന് പറഞ്ഞപ്പോൾ, കൊന്നോ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ് കൃഷ്ണനല്ലേ? അവൻ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞതാ, നിങ്ങൾ എടുത്തോളൂ ഭഗവത്ഗീത, നെറ്റിൽ കയറിയിട്ട് എടുത്തോളൂ. അതിലെ 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകം എങ്ങനെയാ അറിയോ തുടങ്ങുന്നത്? ഹദോവ പ്രാപ്സസി സ്വർഗം ജിദോവാ ബോക്ഷസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അതിന്റെ തുടക്കം തന്നെ ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. ഹദോവ പ്രാപ്സസി സ്വർഗം, അങ്ങനെ ഹദോവ പ്രാപ്സസി സ്വർഗം ജിദോവാ ബോക്ഷസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അർജുന, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗത്ത് പോകാൻ. ഇനി ഒരു സഹാബി ഈത്തപ്പഴം എങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകനെ കണ്ടപ്പോൾ ചോദിച്ചു, പ്രവാചക, ഞാൻ ഈത്തപ്പഴം തിന്നുന്നത്, കഴിക്കുന്നത് ഫുൾ സ്റ്റോപ്പ് ചെയ്ത് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. ദഖലൽ ജന്ന പ്രാപ്സസി സ്വർഗം. അത് സംസ്കൃത. ദഖലൽ ജന്ന, അത് അറബിയാണ്. രണ്ടും ഒന്ന് തന്നെ. പ്രാപ്സസി സ്വർഗം ദഖലൽ ജന്ന, പ്രാപ്സസി സ്വർഗം ദഖലൽ ജന്ന. നോക്ക്, അവിടെ ശ്രീകൃഷ്ണൻ പറയാണ് സ്വർഗത്ത് പോകുന്നു, ഇവിടെ മുഹമ്മദ് നബി പറയാ സ്വർഗത്ത് പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? ശ്രീകൃഷ്ണനെ കൊണ്ട് നിർത്തിക്കളി.
എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ കൂടെ നിങ്ങളെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തില്ല, പിന്നെ ഏതാ ആൺകുട്ടീൻ്റെ കൂടെ നിന്നാ ഫോട്ടോ എടുക്കുക വെച്ചൊരു ഫോട്ടോ എടുത്തു. വിജയിച്ചില്ലേ? ഒറ്റ സിറ്റിംഗ് കൊണ്ട് വിജയിച്ച് കേട്ടാ. ഒരു പേടിയും കൂസലും സത്യത്തിൻ്റെ ആളുകൾക്ക് ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് ബോധ്യപ്പെട്ട 8 തവണ ലോകത്തൊരാളും കാണാത്ത വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്ന് ഒറ്റക്ക് അത് കൂട്ടി കൊണ്ടുപോവുക. ആന്റി ടെററിസ്റ്റ് ഗ്രൂപ്പ് ആൾ പോവുക തന്നെ. കുറേ ദിവസം തന്നെ കൊണ്ടുപോയപ്പോൾ ഒരു ചിരിക്കാണ്ടില്ല. കാരണം എന്താ പറയുക, ഉറങ്ങുന്നവർക്കത്ത് തോണ്ടി എണീച്ചിട്ട് മുസ്ലിങ്ങൾക്ക് തീവ്രവാദം പാടുണ്ടോ ചോദിച്ചാൽ ഇല്ല 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 എന്ന് പറയുന്ന ആളാ ഞാൻ. പിന്നെ എന്ത് തീവ്രവാദം, എന്ത് ഭീകരവാദം? ഒരു മുട്ടുസൂചി ജീവിതത്തിൽ ഇന്ന് വരെ വേറൊരുത്തനെ കുത്താൻ വള്ളി ടൗസറിന് പോലും കുത്തിയിട്ടില്ല. അത് ആരാനെ കുത്തിപ്പോകുമെന്ന് വിചാരിച്ചിട്ട്. പിന്നല്ലേ ഇവര് ചെക്ക് ചെയ്യണ്, തുണികുപ്പായൊക്കെ കഴിച്ചിടിപ്പിച്ചൊക്കെ ചെക്ക് ചെയ്ത് കാണും. മനസ്സിലായോ? ഇതൊക്കെ നടക്കുന്ന ഒരു ലോകത്തുങ്ങളോട് ഞാൻ പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട്, ശ്രീകൃഷ്ണൻ പഠിപ്പിച്ച ഈ സ്വർഗം നിങ്ങളുടെ സന്യാസിമാർ പഠിപ്പിക്കുന്നുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. അത്ര എൻ്റെ ചോദ്യമുള്ളൂ. ഞങ്ങളാ പഠിപ്പിക്കുന്നത് നിങ്ങളെ. ആ സ്വർഗത്തെക്കുറിച്ച് ഇന്നും വയലു പറയുന്നത് ഞങ്ങളാ. ആ സ്വർഗം ഉണ്ട് ഞങ്ങൾക്ക് ഉറപ്പാ. കാരണം ഭഗവത്ഗീതയിൽ ആ സ്വർഗം ഉണ്ട്, ബൈബിളിൽ യേശുക്രിസ്തു പറയാണ്, നിന്റെ കണ്ണ് പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ നിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ദൂരെ കളയുക. കാരണം 2 കണ്ണുമായി നരകത്തിൽ പോകുന്നതിനേക്കാളും കണ്ണില്ലാത്തവനായി സ്വർഗത്തിൽ പോകലല്ലയോ നല്ലത്. നിന്റെ കൈ പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ നിന്റെ കൈ ഛേദിച്ച് കളയുക. 2 കൈകളുമായി നരകത്തിൽ പോകുന്നതിനേക്കാളും സ്വർഗത്തിൽ പോകലല്ലയോ നിനക്ക് നല്ലത്. ഇനി നരകണ്ടോ? 108 ഉപനിഷത്തുണ്ട്. എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ കൂടൊപ്പം വന്നാൽ ഞാൻ കാണിച്ചിരുന്നു. 108 ഉപനിഷത്ത്, 4 ചതുർവേദം. ഹിന്ദുക്കൾ ഇറക്കിയ എല്ലാ പുസ്തകവും ഉണ്ട് എൻ്റെ വീട്ടിൽ. അത് വെക്കാൻ സ്ഥലമല്ല ഉണ്ടായി, അത്രയുണ്ട്. ഇത് വെറുതെ പറയല്ല, വായിച്ചു നോക്ക് നിങ്ങൾ, അത്ഭുതപ്പെട്ടു. അപ്പൊ പിന്നെ തല്ലാനൊന്നും നേരം ഉണ്ടാവില്ല, കെട്ടിപ്പിടിക്കാൻ നേരം ഉണ്ടാവും, ഒന്നാകാനേ നേരം ഉണ്ടാവും, തല്ലൂല. പിന്നെ ബാബരി മസ്ജിദ് ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ രാമക്ഷേത്രം ഉണ്ടാക്കാനോ കെട്ടിപ്പടുക്കാനോ ഒന്നും ഒറ്റക്കുട്ടി വരൂല. വേദം പഠിച്ചാല്, വേദം പഠിക്കാത്തതെന്തടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന് മാനസം. രാഘവൻ നായർ ചോദിച്ച അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അമ്മലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരെന്താ മണിച്ചിത്രത്തായിട്ട് ഹൃദയത്തെ പൂട്ടിയിരിക്കുകയാണോ? എന്താ അവർ ചിന്തിക്കാത്തത്? അത്ര ചിന്തിക്കേണ്ട ഒരു വേദഗ്രന്ഥം. ഇനി നോക്ക് നിങ്ങൾ, ഈശാവാസോപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോകം, അതിൽ നരകണ്ട് എന്നാ പറയുന്നത്. ആർക്കാ നരകം? അതുകൂടി പറയാ. ആ ശ്ലോകം ഒന്ന് കേട്ടോ. അന്തം തമഃ പ്രവിശന്തിയേ സംഭൂത്യമുപാസതേ തതോ ഭൂയൈവദേ യഹുസംഭൂത്യാമ്രദഃ. ഈശാവാസോപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോക. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പശുവിനെ ആരാധിക്കരുത്. എങ്ങനെ പശുവിനെ ആരാധിക്കരുത്? ഒരൊറ്റ ഹിന്ദുവിനറിയോ അതിന്റെ അർത്ഥം? പാമ്പിനെ ആരാധിക്കരുത്, ദേവനെ ആരാധിക്കരുത്, ദേവിയെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്. എത്ര കൃത്യം, എത്ര കൃത്യം! ഒരു സൃഷ്ടിയെയും ആരാധിക്കരുത്. അങ്ങനെ ആരാധിച്ചാലോ അന്തം തമഃ പ്രവിശന്തിയേ സംഭൂത്യമുപാസതേ തതോ ഭൂയൈവദേ യഹുസംഭൂത്യാമ്രദഃ. സൃഷ്ടി പൂജ നടത്തിയാൽ അന്ധകാര നിവിഡമായ നരകത്ത് പോകുന്ന. അപ്പോ സൃഷ്ടി പൂജ പാടില്ല, ഖബർ ആരാധന പാടില്ല, ഖബറാളിയെ ആരാധിക്കാൻ പാടില്ല, ഒരു ജിന്നിനെയും മലക്കിനെയും ആരാധിക്കാൻ പാടില്ല. ലോകത്ത് മനുഷ്യനെ പഠിപ്പിച്ച തത്വമാണ്. ഏതെങ്കിലും ഒരു വേദഗ്രന്ഥമല്ല, എല്ലാ വേദവും. ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കർതൃപാത് ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം. എന്നിട്ട് പറയണം ത്വമേകം ജഗത്കർതൃപാതൃ പ്രഹർതൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. 5 തവണയാണ് ഏകൻ എന്ന് പറയുന്നത്. ഏകനായ റബ്ബിനോടാണ് പ്രാർത്ഥന. അതിന്റെ അർത്ഥം ഏകനായ റബ്ബിന്റെ മുമ്പിലാണ് നേർച്ച. ഹൈന്ദവ വേദഗ്രന്ഥത്ത് പോലുള്ള അതാ. അല്ലാണ്ട് മൊയ്തീൻ ശൈഖിനല്ല നേർച്ച, മമ്പർന്നങ്ങൾക്കല്ല നേർച്ച, ഉള്ളാളന്നങ്ങൾക്കല്ല നേർച്ച. അവരുടെ പേരിൽ നേർച്ച ശിർക്കാണ് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. വേദഗ്രന്ഥം പോലും പഠിപ്പിച്ച അതാണ്, ബൈബിൾ പോലും പഠിപ്പിക്കുന്ന അതാണ്. പിന്നെന്ത് കേൾക്കണം നിങ്ങൾക്ക്? എന്നിട്ട് ഇത് പഠിപ്പിക്കാൻ ഇവിടെ ഉസ്താദുമാരുണ്ടോ? ഇല്ല. ഉസ്താദുമാർ പഠിപ്പിച്ച പോലെ അന്നം മുട്ടൂലേ? അന്നം മുട്ടും. നമ്മൾ അന്നം മുട്ടൂല. കാരണം കയ്യിൽ നോക്കുങ്ങൾ അല്ല പത്തരമാറ്റ തയമ്പാ പാടത്ത് പണിയെടുത്തതിൻ്റെ വന്ന് നോക്കിങ്ങൾ
വന്നു നോക്കി. അതുകൊണ്ടൊരാളെ പേടിയില്ല. എന്തിനു പേടിക്കണ്? 26 അധ്യായം 127, 145, 160, 180 വചനങ്ങളിൽ പറയാൻ ഇതിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല, ഞങ്ങളുടെ പ്രതിഫലം പടച്ചോൻ തരും. അത് പറയാനുള്ള ചങ്കൂറ്റം ഞങ്ങൾക്കുണ്ട്. ഇത്തിരി പോന്ന ഈ നിലമ്പൂരിൽ നിന്ന് കിട്ടുന്ന ഇത്തിരി പോന്ന തേനാണ് 3000, 4000 വാങ്ങണതേ. ആ ബാക്കവിയൊക്കെ 3000, 4000 എന്നിട്ട് കുട്ടി ഉണ്ടാവുന്നു. എന്നിട്ട് കൊടുക്കാൻ പാവപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട APK സുന്നികളെ, നിങ്ങൾ മുജാഹിദായോ, നിങ്ങളൊരു ഉറുപ്പ്യം വാങ്ങാൻ ഒരു മൗലവ്യം വരില്ല. 10 ഉറുപ്പ്യ നിങ്ങൾക്ക് അങ്ങോട്ട് തരികയെന്നല്ലാതെ എൻ്റെയൊക്കെ ജീവിതാനുഭവം അതാ. 10 ഉറുപ്പ്യ അങ്ങോട്ട് കൊടുക്കേണ്ടി വരിക, ഇങ്ങോട്ട് വാങ്ങിക്കേണ്ട അവസ്ഥ അല്ല. അത് ഉണ്ടാവില്ല ഒറിജിനൽ ഇസ്ലാം ആണെങ്കിൽ. അനങ്ങിയ പൊറാട്ട നിറഞ്ഞ മൈരിയ. സത്യം ഞാൻ വെറുതെ പറയാം. നോക്ക് നിങ്ങൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബീന്റെ ഷോൾഡറിൽ ഒരു തട്ടുണ്ടാവും. പ്രവാചക തിരുമേനി ആ തട്ടം നബി ഒട്ടകപ്പുറത്തിരിക്കുന്ന സമയത്ത് താഴെ വീണു, നിലത്തിടും. ഇബ്നു അബ്ബാസ് എടുക്കാൻ കുഞ്ഞാവ് പറഞ്ഞു, അന്റെ തട്ടാ താഴെ വീണെന്ന് ചോദിച്ചു. റസൂലാ ചോദിക്കണത്, അന്റെ തട്ടാണോ താഴെ വീണ്? അല്ല, പിന്നെ അബ്ദുല്ലാന്റെ മോൻ മുഹമ്മദിന്റെ തട്ടാ വീണ്. അയ്യെടുക്കണ്ടല്ലേ, എനിക്കെടുക്കാറിയാം, അല്ല എനിക്ക് കയ്യന്ന്. അവൻ ചിന്തിക്കണേ, ഇന്ന് മൊയ്ലിയാരോ കുനിയ പോയിട്ട് ചെങ്ങായിമാരെ ഇങ്ങനെയുള്ളൊരു സാധനം കൈ ഇങ്ങനെ നീട്ടിയെടുക്കുവോ? നാട്ടുകാർ എടുത്തു കൊടുക്കല്ലാണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ബിരിയാണി വാങ്ങി തിന്നോലൊന്ന് കയ്യൊന്തിക്ക്. ജീവിതത്തിൽ AP ഉസ്താദ് ബിരിയാണി വാങ്ങി തന്നിട്ട് തിന്നോല് കൂടെ പോകുമ്പോ ഉണ്ടാവൂല. എന്തല്ലാത്ത അവിടുന്ന് മനസ്സിലായിക്കൂല ദീൻ എന്താണ്, മുഹമ്മദ് നബി ആരാണെന്നും ദീൻ എന്താണ്. ഇതിങ്ങനെ പറയാൻ നിങ്ങളെ താരം വരൂല. അതാണ് ആ പറഞ്ഞ ദൗത്യാണ്. ഇവിടുന്ന് തിരിച്ചു പോയി ഞാൻ പറയുന്ന വരുമ്പോ പറയാ എന്താ അറിയോ, ചിലപ്പോൾ മയ്യത്തായി കൊണ്ടുവരിക, ചിലപ്പോൾ ഒരു കയ്യും കാലും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ എനിക്ക് കൊണ്ടുവരിക. എന്നാലും ബേജാറായത് സത്യം പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ ദീൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ബാധ്യത ഉണ്ട്. ഞാനിവിടെ വന്ന് പ്രസംഗിക്കും, എനിക്ക് നിങ്ങളോടൊക്കെ ബാധ്യത ഉണ്ട്. ഓരോ കുട്ടിനോടും ബാധ്യത ഉണ്ട്. ആ ബാധ്യത എന്താ? നിങ്ങൾക്ക് ഹക്കേ പറഞ്ഞു തരുമെന്ന് ഉറച്ച് വിശ്വസിക്കാൻ. അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്നുകൂടി പറഞ്ഞിടത്തേക്ക് മടങ്ങിപ്പോകും. ഈ മനുഷ്യ സൃഷ്ടി നടത്തിയ പടച്ചോനില്ലേ, ആ പടച്ചോൻ നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് അവനോട് നന്ദി കാണിക്കണ്ടേ? നിങ്ങൾ ആലോചിച്ചു, അവനോടല്ലേ നമ്മൾ നന്ദി കാണിക്കേണ്ടത്? ആ പടച്ചോനല്ലേ ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും സൃഷ്ടിച്ച്. നിങ്ങൾക്കറിയോ, ഞാൻ ഈ ബൈബിള് ഹീബ്രു ഭാഷയിൽ ചില വാചകങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു പറയാണ്, ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. യഹ് അഹദ്. അഹദ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഏകം സത് ബഹുദാ വിപ്രാവദന്തി. യോ ദേവാ നാം നാമദാ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കർത്തൃ. നോക്കി എത്ര വ്യക്തമാണ് ഏകനായ ദൈവം. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിനെയും ഒക്കെ സൃഷ്ടിച്ച ഒരൊറ്റ ദൈവം. എങ്കിൽ ആ ദൈവത്തെ ആരാധിച്ചുകൂടെ? നമുക്ക് എന്ത് നഷ്ടമാണ് നമുക്കതിൽ വരാനുള്ളത്? ആളുകൾ മാത്രമല്ല, ഇന്നത്തെ ഒരു കുട്ടികളൊക്കെ എത്ര വിവരമില്ലാത്ത മക്കളായി പോകാൻ പാടുണ്ടോ? നിങ്ങൾ നോക്കൂ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ഇതൊക്കെ ഗോളങ്ങളാണ്. ആ ഗോളങ്ങളൊക്കെ നശിച്ചു പോകുന്നതാണ്. അല്ലേ? അല്ലേ? ശരിക്കുമല്ലേ? ഏതെങ്കിലും ഒരു നക്ഷത്രം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതെങ്കിലും ഒരു നക്ഷത്രം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഇന്ന് നമ്മൾ കാണുന്ന പല നക്ഷത്രങ്ങളും ഉറപ്പുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇന്ന് നമ്മൾ കാണുന്ന പല കോടി കിലോമീറ്റർ അകലെയുള്ള നക്ഷത്രം എന്നോ ചത്തുപോയതാണ് പലതും. അതെന്നോ മരിച്ചുപോയതാണ്. അതിന്റെ പ്രകാശം ഇപ്പോഴാണ് ഭൂമിയിലെത്തുന്നത്. മോഡേൺ സയൻസ് പറയാണ്. എന്നിട്ട് നമ്മൾ പറയാണെന്ത്? ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. ഭാഗ്യ നക്ഷത്രം എന്തൊരു വിവരം, എന്തൊരു സയന്റിഫിക് ബ്ലണ്ടറാണ് ആ പഠിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മുടെ ഭാഗ്യവും നിർഭാഗ്യവും നിയന്ത്രിക്കുന്നത് പ്രപഞ്ചനാഥനാണ്. നമ്മൾ പറയല്ലോ ഈശ്വരന്റെ നിശ്ചയം അല്ലെ, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. എല്ലാം അല്ലാഹു തീരുമാനിച്ച. മാ സാബം മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബൽ അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. 50-ാം അധ്യായം സൂറത്ത് ഹദീദ് 22-ാമത്തെ വചനം. നിങ്ങളുടെ ഭൂമിയിലോ നിങ്ങളുടെ ശരീരത്തിലോ ഒന്നും സംഭവിക്കുന്നില്ല, ഒക്കെ അല്ലാഹു ഒരു കിതാബിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. കുല്ലം യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അതാണ് അല്ലാഹുമ്മ. നോക്കൂ,
ഇവിടെ സമസ്തക്കാരായ ആളുകൾ പള്ളിയിൽ പോയി നിസ്കരിച്ചപ്പോ എന്തേ പറഞ്ഞത്? എന്താ നിങ്ങൾ പറഞ്ഞത്? അല്ലാഹുമ്മ അല്ലാഹുവേ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനാത് വലാ റാദ്ദ ലിമാ ഖദൈത. അല്ലാഹുവേ, നീ തടഞ്ഞത് നൽകാൻ ഒരാൾക്കും സാധ്യമല്ല, നീ നൽകിയത് തടയാനും ഒരാൾക്കും സാധ്യമല്ല. എന്റെ ചോദ്യം എന്താ അറിയോ? ഇത് മകരിമർ പറഞ്ഞ നിങ്ങളോടാ എന്റെ ചോദ്യം. മൊയ്തീൻ ഷെയ്ഖിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ പൊരുൾ എന്താ? അല്ലാ, നീ തടഞ്ഞത് നൽകാൻ ഒരാൾക്ക് സാധിക്കില്ല, അത് മൊയ്തീൻ ഷെയ്ഖിന് സാധിക്കുന്നു എന്നാൽ നിങ്ങളോടാ ചോദിക്കണേ. നിങ്ങൾ ചെല്ലിയ കാര്യമാണ് ചോദിക്കണേ. ഞങ്ങളത് അവിടെ കട്ടെ, ഞങ്ങൾ നിങ്ങളെ കണ്ണിൽ പണ്ടേ കഴിഞ്ഞോല, അതടക്കട്ടെ. നിങ്ങളതല്ലേലോ. നിങ്ങളുടെ മകരിമിന് എന്താ അള്ളഹാനോട് പറഞ്ഞേ? നിങ്ങളിപ്പോ ഇശാസ്കരിച്ചിട്ട് എന്താ പറയാ അള്ളഹാനോട്? അല്ലാഹുമ്മ അല്ലാഹുവേ ലാ മാനിയ ലിമാ അഅ്തൈത, ഇതൊക്കെയല്ലേ പറയുന്നത്. വലാ റാദ്ദ ലിമാ ഖദൈത, നീ വിധിച്ചത് റദ്ദ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നിങ്ങൾ പറയാണ് എന്ത് മൊയ്തീൻ ഷെയ്ഖ് കുട്ടികൾ തരണേ? 25 കൊല്ലം ആമിനത്താത്ത കുട്ടികളെ ചോദിച്ച് പടച്ചോനോട് നിങ്ങളെ ഉസ്താദ് പറഞ്ഞതാ, നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞ, ഞാൻ പറഞ്ഞല്ലേ, എ പി ഉസ്താദ് പറഞ്ഞാണ്. എ പി ഉസ്താദ് എന്ന് പറഞ്ഞാൽ കാന്തപുരല്ല, എ പി ഗ്രൂപ്പിലെ ഉസ്താദ്. എന്ത് അബ്ദുസമദ് സഖാഫി എന്താ പറഞ്ഞത്? 25 കൊല്ലം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പടച്ചോനോട് കുട്ടികളെ ചോദിച്ച് കിട്ടിയില്ല. ഇനി ഉസ്താദ് പറയുന്ന അടുത്ത വാചകം അത്ര ചെതുള്ള വാചകമൊന്നുമല്ല, നിങ്ങൾ ക്ഷമിക്കണം എന്നോട്. അപ്പൊ സി എം അടവൂര് ആ ആമിനത്താത്തൊരു വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പൊ സി എം അടവൂര് അതിലൂടെ ഇങ്ങനെ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, സി എം അടവൂരായിട്ട് ഈ കുടുംബത്തിന് ഒരു ബന്ധവുമില്ല. ഒരന്യ സ്ത്രീയോട് സി എം അടവൂര് ചോദിക്കുകയാണ്, കണ്ടമാണ് എനിക്ക് കുട്ടീനെ വേണോ എന്ന്. നമ്മളെ നാട്ടിലെ കണ്ണടിച്ച് നമ്മൾ പൊട്ടിച്ചുകളില്ലേ? നിങ്ങളെ ഭാര്യ മുറ്റത്തെക്കുമ്പോൾ ഞാൻ അതിലോട് പോവുകയും, കൂട്ടിയേ ആമിന എനിക്ക് കുട്ടികളെ വേണോ? എൻ്റെ കണ്ണുണ്ടാകും മനുഷ്യന്മാരെ. ഉസ്താദ് പ്രസംഗിച്ചതാ, ദാ അതിന്റെ ക്ലിപ്പ് ഈ മൊബൈലിൽ കിടക്കുകയാണ്. ഇപ്പം വേണേ കളിപ്പിച്ചു തരാൻ നിങ്ങൾക്ക്. മര്യാദ കെട്ട വർത്താനല്ല പറഞ്ഞ് എനിക്ക് ഞാൻ കുട്ടീനെ തരാൻ. അപ്പൊ ആമിൻതാത്ത പറഞ്ഞത്ര, ഏതായാലും പടച്ചോനോട് വെച്ച് കിട്ടിയില്ല, നിങ്ങൾ ഇങ്ങോട്ട് വന്നേക്ക്. അങ്ങനെ കുട്ടി ഉണ്ടായിന്ന്. അത് പ്രസംഗിക്കാനാണ് ഉസ്താദുമാരെ നിങ്ങൾ കൊണ്ടുവരുന്നത്, ഈ പച്ച ശിർക്ക് പ്രസംഗിക്കാൻ. അതേ ഉസ്താദ് കേരള ജനതയോട് വിളിച്ചു പറഞ്ഞ കാര്യം എന്താ അറിയോ? ഈ ദുനിയാവിലും ആഖിറത്തിലും എന്തൊക്കെ നിഅമത്തുണ്ടോ, എന്തൊക്കെ ഖൈറുണ്ടോ, അത് മുഴുവനും നമുക്ക് നൽകുന്നത് സി എം അടവൂരാണ്. എത്ര വലിയ നന്ദികേടാണല്ലേ അത്. എന്ത്? ഈ ദുനിയാവിൽ എന്തൊക്കെ ഖൈറുണ്ടോ അത് മുഴുവനും സി എം അടവൂരാ തന്നത്. ഇനി ആഖിറത്തിൽ എന്തൊക്കെ ഖൈറുണ്ടോ അത് സി എം അടവൂർ. ഞാൻ ചോദിക്കും, നല്ല കൂട്ടർ, നിങ്ങളെ മതേതാ? നിങ്ങളെ പടച്ചോനാരാ? നിങ്ങൾ നോക്ക്. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു SKSS കാരനെ കാണുക എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. അസ്സലാമു അലൈക്കും. ഞാൻ SKSS കാരനാട്ടോ, നിങ്ങളെ പ്രസംഗമൊക്കെ ഇടയ്ക്ക് കേൾക്കലുണ്ട്. എന്നോട് അങ്ങനെ ഒരുപാട് ആൾ പറയും. ഇപ്പം ഞാൻ ചോദിക്കണം എങ്ങനെയുണ്ട് പടച്ചോ? അപ്പം അയാൾ എന്താ പറയാ? സി എം അടവൂരിൻ്റെ അനുഗ്രഹം കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകുന്നു. സി എം അടവൂരിൻ്റെ അനുഗ്രഹം കൊണ്ട് 3 കുട്ടികളെ കിട്ടി, 3 ബെഡ്റൂമുള്ള റൂം കിട്ടി, ഒരട്ടി. ഇങ്ങനെ പറയോ? ഒരു സുന്നി പോലും പറയോ? എന്നിട്ട് മൊയ്ലിയമാരെന്താ ഈ പറയണേ? നമ്മൾ സാധാരണ ഏത് മുസ്ലിം ആയിക്കോട്ടെ, മുസ്ലിം സംഘടനകൾ ആരോടോ ആയിക്കോട്ടെ, ഖാദറേ എന്തൊക്കെ വിശേഷ ഖൈറന്നല്ലേ, അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനല്ലേ പറഞ്ഞിരുന്നത്? അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? ലേ വൈദ തഅദ്ദന റബ്ബുക്കും ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്നദാബി ലശദീദ്. സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 7-ാമത്തെ വചനം. അതിന്റെ അർത്ഥം എന്താ അറിയോ? നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ അല്ലാഹ് ചോദിക്കുകയാണ്. വൈദ തഅദ്ദന റബ്ബുക്കും ലൈൻ ശകർതും ലഅസീദന്നകും. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാനത് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിച്ചാലോ ഞാൻ കഠിനമായി ശിക്ഷിക്കും. അല്ലാഹ് ഖുർആനിൽ പറയണം, സകല അനുഗ്രഹവും ഞാനാ തന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. 5-ാം അധ്യായം 3-ാമത്തെ വചനം. നിങ്ങൾക്ക് മതമാകുന്ന അനുഗ്രഹം, ദുനിയാവിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹുവാണ് ചെയ്തത്. അല്ലേ? യൂസുഫ് നബിയുടെ ദുആ എന്താ? 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് 101-ാമത്തെ വചനം. റബ്ബിക്കദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ. നോക്കൂ, അദ്ദേഹം പറയാണ്, റബ്ബിക്കദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി. നീ എനിക്ക് രാജാധികാരത്തിൽ നിന്ന് നൽകി, നീ എനിക്ക് സ്വപ്നവ്യാഖ്യാനം നൽകി. എന്നിട്ട് എന്താ പറയണേ? അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ.
എനിക്ക് എല്ലാ നിയമത്തും തന്ന വലിയ രക്ഷാധികാരി ദുനിയാവിലും ആഖിറത്തിലും നീയാണ്. മൊയ്ലിയാരോ, ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ രക്ഷാധികാരിയും നമ്മുടെ നിയമത്തിൻ്റെ ഉടമയും ചിറ്റടി മീത്തൽ അബൂബക്കറാണ്, സീം അബൂബക്കറാണ്. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ മതം ഏതാണ്? ഖുർആനായിട്ട് നിങ്ങൾക്ക് ബന്ധമല്ല. ഖുർആനിലെ ബന്ധമുണ്ടെങ്കിൽ യൂസുഫ് നബീനെ പോലെ ആകുമായിരുന്നു നിങ്ങൾ. ഖുർആനിലെ നിയമത്തുമായി ബന്ധപ്പെട്ട ഹദീസ് മുഴുവൻ നോക്ക്, അത് മുഴുവനും അള്ളാഹ് നൽകിയെന്നല്ലേ. ഖുർആൻ അള്ളാന്റെ നിയമം, കുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, ഇത് അള്ളാന്റെ ഫളിലോണ്ട് കിട്ടിയത് അങ്ങക്ക് ഖുർആൻ. അള്ളാന്റെ റസൂൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, 10-ാം അധ്യായം 57, 58, 21-ാം അധ്യായം 107. എല്ലാ നിയമത്തും അള്ളാഹുവിൽ നിന്ന്. എന്നിട്ട് ഉസ്താദ് പ്രസംഗിക്കുന്ന എന്താണ്? എന്ത് നിയമത്തുണ്ടോന്നാ, എന്ത് നിയമത്തുണ്ടോ അത് മുഴുവനും. ഇതാരത്? ഇത് സി എം അടൂർ എന്ന കുട്ടി. ഇതാരത്? സി എം അടൂർ കെട്ടിച്ചെന്ന ഭാര്യ. ഇതാരത്? ഇത് സി എം അടൂർ ഉണ്ടാക്കി തന്ന കെട്ടിടം. ഇങ്ങനൊരു കൗമിനെ ലോകത്ത് നിങ്ങൾ മാനവ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ പേരാണ് എ പി ഉസ്താദ്. ശരിക്കും മനസ്സിലായിക്കൂടെ? അതുകൊണ്ടാണ് കാന്തപുരത്തിൻ്റെ മതം എന്ന് 15 കൊല്ലം മുമ്പ് ആ ടൈറ്റിലിട്ട് ഞാൻ പ്രസംഗിച്ച്, കാന്തപുരത്തിൻ്റെ മതം. കാരണം ഈ മതത്തിന് ഖുർആനായിട്ട് ബന്ധമല്ല. ഞാനിവിടെ ഖുർആൻ എത്ര വചനം ഉദ്ധരിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാം ഖുർആന്റെ അകമ്പടിയോടുകൂടിയല്ലേ പറഞ്ഞത്, വേദഗ്രന്ഥത്തിന്റെ അകമ്പടിയോടുകൂടിയല്ലേ പറഞ്ഞത്. ബൈബിൾ പറഞ്ഞപ്പോഴും വേദം പറഞ്ഞപ്പോഴും ഞാൻ അധ്യായ നമ്പർ പറഞ്ഞില്ലേ നിങ്ങളോട്? നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ഹക്കിന്റെ കൂടെ നിൽക്ക്. അല്ലാതെ നിങ്ങൾ വിശ്വത്തിൽ അംഗസംഖ്യ കുറച്ച് കൂടുതലാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. യൂത്ത് സമ്മേളനമൊക്കെ കണ്ടപ്പോൾ അധികമായ വലിയ പ്രശ്നമാണ്. അധികമല്ല, അത്ര മതി. നിങ്ങൾ അംഗസംഖ്യ കൂട്ടായി ഞങ്ങൾ വിളിക്കൂല നിങ്ങളെ. നിങ്ങൾക്ക് വേണേ സ്വയം നന്നായിക്കൂടെ, അത്രേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളെ പറ്റി എന്തൊക്കെ പുകിൽ ഇവിടെ പറയുന്നതെന്ന്. ഞങ്ങൾ ജിന്നു പൂജകരാന്നല്ലോ പറയുന്നത്. അമ്പലത്തിൽ പോയിട്ട് ജിന്നിനെ ആരാധിക്കരുന്ന് പ്രസംഗിച്ചോണ്ടാ ഞാൻ. അവിടെ ചെന്നിട്ട് നിലവിൾ കൊളുത്താൻ പറഞ്ഞു, കൊളത്തില്ല, അതിൻ്റെ വിശ്വാസം അല്ല എന്ന് പറഞ്ഞ ആളാണ്. നമ്മളെ പറ്റിയാ പറയുന്നത് ജിന്നു പൂജകരാണ്. ആര്? നമ്മളെ പാവം പിടിച്ച കേന്ദ്രമാര് സാധുക്കള്. അത് പറഞ്ഞിങ്ങനെ നടന്നോളി, നേരം വെളുക്കണവരെ 2 ആൾ അതിന് കെട്ടയച്ച് വിടുകയും ചെയ്തോളി, നന്നാവും. ശരിക്കും ജനങ്ങളെടുത്തുനിന്ന് വിട്ടിട്ടുണ്ട്, ആരുമില്ല. പിന്നെ ഉള്ളത് ആ ഹദീസ് നിഷേധികളുടെ കൂടെയാണ് 4 ആള്. മനസ്സിലായോ? ഞാനിത് ഇങ്ങനൊക്കെ പറയണെന്തുകൊണ്ടറിയോ? എന്നിട്ടും പറഞ്ഞെടുക്കുക എന്ത് വിഷ്ടത്തിന്റെ ജിന്നൂരി. എന്താടോ മലക്കൂരി എന്ന് പറയാത്ത? ഞങ്ങൾ മലക്കിലും വിശ്വസിച്ചിട്ടുണ്ട്. മലക്കൂരി എന്ന് വിളിക്കുന്നു, അതല്ലേ ജിന്നിനേക്കാൾ കൂടുതലുണ്ട്. ജിന്നു ഊരി, മലക്ക് ഊരി, നട്ടൂരി, അങ്ങനെ വിളിച്ചൂടി. എല്ലാം ഊരട്ടെ. നേരെ മറിച്ച് ഇവിടെ വന്ന് ഒരു 4 ആയത്ത് ഉദ്ധരിച്ച് പാവപ്പെട്ട മനുഷ്യന്മാരോട് ദീന് പറഞ്ഞാൽ എന്തൊരു സുഖമുണ്ട്, എന്തൊരു ചെതുണ്ട് ചങ്ങായിമാരെ. എനിക്കിപ്പോൾ ആകെ ബേജാറെന്തറിയോ? നമ്മളെ ജിന്നൂരി ജിന്നൂരി എന്ന് വിളിച്ചിട്ട് ഇവർക്ക് തിരിച്ചു കൊണ്ടിട്ട് ജിന്നേന്ന് ഉച്ചരിക്കാണ്ട് നാം അനക്കാൻ പറ്റാണ്ടായിപ്പോയി. ശരിക്കും ഞാൻ പറയണം, അബ്ദുസ്സലാത്ത് പോലും ചെല്ലാൻ അനസിന് നേരല്ല. വന്നിട്ട് ജിന്നി നേരിടാൻ തുടങ്ങിവിടാൻ ആ പൂതി. പക്ഷെ അബ്ദുസ്സലാത്ത് ജല്ലിയിലെ പിടുത്തം പിടില്ലോ എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനത്തെ അവസ്ഥയിലാണ്. കേരളന്മാരൊക്കെ ഒന്ന് പശ്ചാത്തലിച്ച് മടങ്ങിക്കോളി. നിങ്ങൾ ഞങ്ങൾ നോക്ക്, ആ PN അബ്ദുൽ ലത്തീഫ് മദനിയുടെയും TK അഷ്റഫിന്റെയും ശിക്ഷണത്തിലുള്ള ഞങ്ങളെ കുട്ടികളെ നോക്കുങ്ങൾ. മൂക്കത്ത് വിരലച്ച് നിങ്ങൾ കൗതുകൂറിയിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങൾക്കറിയാതെ ഞങ്ങൾ കയ്യിലൊന്നും ഒരഹങ്കാരം തോന്നിയിട്ടില്ല. കാരണം ആ KM മൗലവി പഠിപ്പിച്ച ചിട്ടയിൽ ഞങ്ങളുണ്ട്, ഉമർ മൗലവി പറഞ്ഞെടുത്ത് ഞങ്ങളുണ്ട്, AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞെടുത്ത് ഞങ്ങളുണ്ട്. നിങ്ങളില്ല. എന്ത് കാര്യങ്ങളെടുത്തോ, എന്ത് കാര്യങ്ങളെടുത്തോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കയ്യിലൊന്നും, അതിലൊക്കെ ഞങ്ങൾക്ക് കൂലിയാ. അപ്പൊ എനിക്ക് ഉറപ്പുണ്ട്, എന്റെ പ്രസംഗം കേട്ടിട്ട് ഒരു ജിന്നിനെയും വിളിക്കുന്ന ഒരുത്തനെയും ഭൂമിയിൽ ഉണ്ടാവില്ല. ഉണ്ടാവോ? ഉണ്ടാവില്ല. കാരണം അത് പറയില്ലല്ലോ, അത് പഠിപ്പിക്കുകയില്ലല്ലോ. മൊയ്തീൻ ഷാഹിനെ വിളിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മക്കാണോ ജിന്നിനെ വിളിച്ചോളി അറിയും? അങ്ങനെ ഉണ്ടാവുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ നുണയല്ല എന്നാണോ നിങ്ങൾ വിചാരിക്കണത്? എന്നാ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് പിളർന്നിട്ട് കുറച്ചു കൊല്ലായില്ലേ? ഇത് ഇങ്ങോട്ട് വന്നിട്ട് 23 കൊല്ലത്തിനടുത്ത് ഞങ്ങൾ 2002 മുതൽ തുടങ്ങിയ. അന്നും മടവൂർ വിഭാഗം പറഞ്ഞ് ഞങ്ങൾ ജിന്നിനെ വിളിക്കുന്നവരാണ്. 22 കേരട്ട് ചിർക്കുന്ന മദനി പറഞ്ഞ്. ഏത് മദനി? അലി മദനി പറഞ്ഞത്. 22 കേരട്ട് ചിർക്ക് ജിന്നിനെ വിളിക്കണെന്ന്. നിങ്ങളോടെ ചോദിക്കട്ടെ, ഇത്രയും കൊല്ലായിട്ട് ഈ 22 കൊല്ലത്തിന്റെ ഇടക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ 22 കൊല്ലത്തിനിടക്ക് എന്റെ പ്രസംഗം കേട്ട് താടി നീട്ടി 200 പേരെ ഞാൻ കൊണ്ടുവരും നിങ്ങളുടെ മുമ്പിൽ. എല്ലാവിധ വൃത്തികേടുന്ന് രക്ഷപ്പെട്ട 100 കണക്കിന് മനുഷ്യന്മാരെ എനിക്ക് നിങ്ങളുടെ മുമ്പ് കൊണ്ടുവരാൻ പറ്റും. താടി നീട്ടിയ, മീശ വെട്ടി ഒതുക്കിയ, നരാണ്ട മുള്ളു തുണി കൊടുത്തേ, അതുവരെ ടൈറ്റ് ജീൻസ് ഇട്ടിരുന്ന പെൺകുട്ടികൾ പർദ്ദയും നിക്കാബും ധരിച്ച് എടുക്കുന്ന പോലെയൊക്കെ എനിക്ക് സ്റ്റേജ് കൊണ്ടുവരാൻ പറ്റും. 1000കണക്കിന് ആളുകളെ കൊണ്ടുവരാൻ പറ്റും ഞങ്ങളുടെ പ്രസംഗം കേട്ട്. ഒരു ജിന്നിനെ വിളിക്കുന്നവന് ഈ സ്റ്റേജ് കൊണ്ട് ഞങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് അത് പറയാനാട്ടോ അത്രയും പറഞ്ഞ്. ഞങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് നിസ്കാരം തുടങ്ങിയവരെ ഞങ്ങൾ കാണാം. ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ ഞാൻ കാണിച്ചു തരാം. യുക്തിവാദം വിട്ട് ഇസ്ലാം ആയാലും ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഞങ്ങളെ വർത്താനം കേട്ടിട്ട് ഒരു ജിന്നിനെ വിളിക്കുന്ന ഒരാളെ നിങ്ങളൊന്ന് ഹാജരാക്കി. ഇത് കേന്ദ്രന്മാരോട് മറുപടിയുള്ള ഒരാളെ
നേരെ മറിച്ച് ഇവിടെ വന്നിട്ട് കാന്തപുരം ടീമിൽ ഒരു സക്കാഫി വെല്ലുവിളിക്കുക, മൊയ്തീൻ ഷെയ്നെ വിളിക്കുന്ന ഒരാളെ നിങ്ങൾ കൊണ്ടുവരികയും നിങ്ങൾ മുയ്മനതാ, നിങ്ങൾ നിൽക്കുന്നിടം വട്ടം വരച്ചാൽ മതി, അതൊക്കെ അതാ സാധനം. എന്നിട്ട് ഞങ്ങളെ പറ്റി പറയുന്നത് ഇത് ഈ രസ്റ്റ് പിടിച്ചാലല്ലാതെ ഈ റേഞ്ച് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല കേട്ടോ. വനിതാ ക്ലാസ് എടുക്കണമായിരുന്നു, ഇത് എടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നല്ലോണം മനസ്സിലായിക്കോളി, ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടോളി. ഞാൻ മുജാഹിദുകളോട് പറയണത് ഒന്നിച്ച് പറയാം, നമുക്ക് അള്ളാഹുവിനെ വിളിച്ചോളിയുന്ന എല്ലാവരോടും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു കൃത്യത വരുത്താൻ ഞാൻ എല്ലാ ആളുകളോടും ആവശ്യപ്പെടുന്നു. അള്ളാഹുവിന്റെ റസൂല് ലോകത്തോട് വിട പറയുമ്പോ പ്രാർത്ഥിച്ച പ്രാർത്ഥന മാത്രം പരിശോധിച്ചാൽ അറിയാം ഇവിടെ മുസ്ലിങ്ങളിൽ ആരാണ് ഹക്കിലുള്ളത്, ആരാണ് ഹക്കിൽ. അത് പറയുന്ന ഒരു ഖുർആനിക വചനം ഞാൻ ആദ്യം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. ഏതാണ് ചൊവ്വായ പാത? ഇതാണ് സത്യപാത എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയാണ്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബൽ ഫതഫറഖ ബികും അൻ സബീലി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദ 6-ാം അധ്യായം സൂറത്ത് അൻആമിന്റെ 153-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയാണ്, ഇതത്രേ എന്റെ നേരായ പാത, ഇതാണ് എന്റെ നേരായ പാത. ഹദാ സബീലുല്ലാഹി മുസ്തഖീമാ, ഇതാണ് ചൊവ്വായ പാത, ഇതാണ് സിറാത്തുൽ മുസ്തഖീം. ഇടത്തോട്ട് വര വരക്കുന്ന പ്രവാചകൻ, വലത്തോട്ട് വര വരക്കുന്ന പ്രവാചകൻ, നേരെ ഒരു വര വരച്ചിട്ട് ഇതാകുന്നു സിറാത്തുൽ മുസ്തഖീം, ഇതിലൂടെ നയിക്കണേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദായി വസ്സാലിഹീൻ. വിശുദ്ധ ഖുർആന്റെ 4-ാം അധ്യായം 69-ാമത്തെ വചനമാണ്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمره ومن يحس الله فقد നോക്കൂ അല്ലാഹ് പറയാണ്, ഫഖദ് ളല്ല ളലാലം മുബീനാ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിയൂനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. തറക്തുകും അലൽ മഹിജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ. നോക്കൂ, വകുല്ലു ഖൈറിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർറിൻ ഇബ്തിദാഇ മൻ ഖലഫ്. എന്താണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ? ഖുന്നിയത്തു താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ശൈഖ് ജീലാനി പറയുകയാണ്, ഫാലൽ മുഅ്മിനി ഇത്തിബാഉ സുന്നാ വൽ ജമാഅ അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ് മത്തഫഖ അലൈഹി അസ്ഹാബ് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം كل أمتي يدخلون الجنة إلا من نبى قيل ومن نبى يا رسول الله ومن أطاعني دخل الجنة ومن نساني فقد أبى دعوني ما تركتكم إنما أهلك من كان قبلكم كثرة سؤالهم واختلافهم من أنبيائهم وإذا نهيتكم من شيء فاجتنبوه وإذا أمرتكم بأمر فأتوا به ما استطعتم. ഞാൻ ഇപ്പൊ പറഞ്ഞ ആയത്തും ഹദീസും മാത്രം പറയാം, 3 മണിക്കൂർ വേണം. ഇത് എവിടെയൊക്കെയാ ഉള്ളത്? ഖുർആനിലെ 6-ാം അധ്യായം 153, ഖുർആനിലെ 3-ാം അധ്യായം 30, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 65, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 59, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 69, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 80-ാമത്തെ വചനം, അതുപോലെ വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം 36-ാമത്തെ വചനം. ലോകത്ത് ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അത് അല്ലാഹ് പറയുകയാണ്. 4-ാം അധ്യായത്തിന്റെ 115 ഹിദായത്ത് വ്യക്തമായി, പ്രവാചകന്റെ മാതൃകയും വ്യക്തമായി. ഖൈറ സബീലിൽ മുഅ്മിനീൻ, സഹാബത്തിന്റെ വഴിയും ഇവിടെ പ്രകടമാണ്.
ആ സഹാബത്ത് എന്ത് പഠിപ്പിച്ചുവോ, ആ സഹാബത്ത് എന്ത് പ്രചരിപ്പിച്ചുവോ, ആ സഹാബത്ത് ലോകത്തോട് എന്ത് കാണിച്ചു തന്നുവോ, അവരുടെ വിശ്വാസം എന്തായിരുന്നു? സൂറത്ത് ബഖറയിലെ 137 സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണേ. ഒരൊറ്റ സ്വഹാബിയും ബദരീങ്ങളെ കാക്കണേ, ഉഹ്ദീങ്ങളെ കാക്കണേ, ഖന്തക്കീങ്ങളെ കാക്കണേ എന്നവരാരും പറഞ്ഞിട്ടില്ല. ശൈഖമാരെ കാത്തോളി എന്ന് അവരൊരാളും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ദൂതരെ കുട്ടികളെ തരണേ എന്ന് അവരിലൊരു സഹാബിയും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ദൂതരെ രോഗം മാറ്റണേ എന്ന് അവരിലൊരു സ്വഹാബിയും പറഞ്ഞിട്ടില്ല. എത്രയെത്ര സ്വഹാബിമാരുടെ കഥ! അബൂബക്കർ ജന്ന, ഉമറു ഫിൽ ജന്ന, ഉസ്മാനു ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, ത്വൽഹത്തും ഫിൽ ജന്ന, സുബൈറും ഫിൽ ജന്ന എന്നെണ്ണി പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു ദുആ ചെയ്തിട്ടില്ല. ഉമറേ, ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ കതുമാത്ത അള്ളാഹുവിന്റെ റസൂല് മരിച്ചിരിക്കുന്നു ഉമറേ. ഇനി അള്ളാഹുവിനെയാണോ ഉമറേ? ഹയ്യുല്ലാ യമൂത്ത്, ഹയ്യുല്ലാ യമൂത്ത്, ഒരിക്കലും മരണമില്ലാത്ത ലോകത്തിന്റെ തമ്പുരാൻ, സൂര്യനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ ഫഅൽഖാ ഫിൽ അർളി റവാസി അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ ഫഅൻസൽനാ മിനസ് സമാഇ മാ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം ഹാദാ ഖൽഖുല്ലാഹ് ഫാറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. ഖുർആനിലെ 31-ാം അധ്യായം 10-11 വാചക. അതിന്റെ അർത്ഥം ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുമ്പോൾ നാളെ നിങ്ങള് കാന്തപുരത്തിനൂടെ കൊണ്ടുവന്ന് വിചാരിക്കുക. 10 ആയത്ത് ഇതുപോലെ പറയാൻ ശേഷി ഉണ്ടാവില്ല മനുഷ്യന്. ആരോഗ്യപരമായിട്ടല്ല, അറിവുപരമായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചു കൊടുക്കുന്നുണ്ടല്ലേ? ഉണ്ട്. നിങ്ങൾ 10 ആയത്ത് ഓതിപ്പിക്ക്. 10 ആയത്ത് മൂപ്പര് ഓതിയിട്ട് ഒരു പ്രസംഗം നടത്തിയ ഒരു പ്രസംഗം എനിക്ക് അയച്ചതാ. കാന്തപുര ഉസ്താദ് 10 ആയത്ത് ഉദ്ധരിച്ചിട്ട് അധ്യായവും വചനവും പറഞ്ഞ് പ്രസംഗിച്ച ഒരു പ്രസംഗം നിങ്ങൾ എനിക്ക് അയച്ചതാ. നിങ്ങളെ ഉസ്താദുമാർക്ക് കിതാബ് അറിയില്ല എന്ന് ഞാൻ പറയില്ല, ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളെ ഉസ്താദുമാർക്ക് അറിയുന്ന അത്ര കിതാബ് വേറൊരാൾക്ക് അറിയില്ല, അത് വേറെ വിഷയം. പക്ഷെ കിതാബിലുള്ള നിങ്ങൾ അനുസരിക്കുന്നില്ല. പറയുന്ന പദങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. നിങ്ങൾ കിതാബ് പഠിക്കണ്ടേ, ഞങ്ങൾക്കറിയാം. നിങ്ങളെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ അത് പഠിപ്പിക്കേണ്ട ഇതല്ല എന്ന് മാത്രം. ഇത് ഞാൻ എത്ര വ്യസനത്തോട് പറയാം. 1000കണക്കിന് മനുഷ്യരെയാണ് നിങ്ങൾ മൊയ്തീൻ ഷെയ്ഖിനെ വിളിപ്പിച്ച് മരിപ്പിച്ച്. ഇന്ന് ഏതെങ്കിലും ഒരു നബി ആ നബിക്ക് മുമ്പ് ഒരു നബീനെ വിളിപ്പിച്ചിട്ട് മരിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. ഞാൻ നിങ്ങളോട് ചിന്തിക്കുക. ഞാനിപ്പോൾ ഓതിയ ആയത്ത് 2 ആയത്ത്, അതിന്റെ അർത്ഥം എന്താ അറിയാം? നിങ്ങൾ അവലംബങ്ങളില്ലാതെ ആകാശത്തെ നാട്ടു നിർത്തിയവൻ അല്ലാഹ്, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ സ്ഥാപിച്ചവൻ അല്ലാഹ്, ആകാശത്തിന്റെ കാർമേഘ കിറുകളിൽ നിന്ന് മഴ ചൊരിഞ്ഞതും കാർമേഘങ്ങളെ തണുപ്പിച്ചതും തെന്നിമാറ്റിയതും സ്ഥാനങ്ങളിൽ എത്തിച്ചതും മാഅംബികദിരിൻ എന്ന പ്രക്രിയ നിർവഹിച്ചതും അഫറൈതുമുൽ മാ അല്ലദീ തശ്റബൂൻ അൻതും മൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജാ ഫലൗലാ തഷ്കുറൂൻ. ഓ ഖുർആനെ അല്ലാഹുവിന്റെ സൂറത്ത് വാഖിയയുടെ 68, 69, 70 വചന. കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹ് ചോദിക്കുക. നിങ്ങളാണോ ഇറക്കിയത്, നാമാണോ? AP സുന്നികൾ വെറുതെ ഇരുന്നില്ല. അള്ളാഹിനോട് തന്നെ ഞങ്ങളെ മൊയ്തീൻ ഷെയ്ഖാണ്. കണ്ടോ ശുദ്ധ കുഫർ. ഖുത്ബിയത്തിലെ 10-ാമത്തെ പേജിലുള്ള എന്താ? പാർന്നൂർ PP മൊയ്തീൻ കുട്ടി മുസ്ലിയാർ പരിഭാഷപ്പെടുത്തിയ ഖുത്ബിയത്തിന്റെ 10-ാമത്തെ പേജിൽ എന്താ? യാ ഉസ, നോക്കൂ അവിടെ പറയുന്നറിയോ? യാ ഖുത്ബാഹിൽ ഇസ്സമാഇ വല്ലർളി ഔസഹുമാ, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന കുത്തുബും മഴ ചൊരിയുന്നവനും അരുവികൾ ഒഴുക്കുന്നതുമായ മഹാനെ മൊയ്തീൻ ഷെയ്ഖേ. കേട്ടോ, നൂഹ് നബി അലൈഹിസ്സലാം ആ ഖൗമിനോട് ചോദിക്കുന്നതോ ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. അതാ ഞങ്ങളുടെ പ്രയോഗം. 71-ാം അധ്യായം 10-13. അതിൽ നൂഹ് നബി ചോദിക്കുകയാണ്, നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടി അള്ളാഹ് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരും. ഇവർ പറയുന്നത് മൊയ്തീൻ ഷെയ്ഖ് മഴ പെയ്യിപ്പിച്ചു എന്നാണ്. അവിടെ ഞങ്ങളുള്ളത്. നിങ്ങളൊരു പുതിയ പടച്ചോനെ പ്രതിഷ്ഠിച്ചോരാ. നിങ്ങൾ മനസ്സിലായിക്കോളൂ. ഞാൻ ഈ സമസ്തയിൽ പെട്ടുപോയ ആളുകളില്ല, സാധാരണക്കാർ. അല്പനോട് ദേഷ്യമൊക്കെ ഇപ്പോൾ തോന്നേ, നല്ല കഴിച്ചിലായിക്കോളി. ഫിർഖത്തുൻ നാജിയുടെ കപ്പൽ ഇത് അവിടെ നങ്കൂരിട്ടിട്ട് അതിൽ കയറിക്കോളി. മുങ്ങൂല, ഉറപ്പാ.
ഫിർഖത്തുൻ നാജിയുടെ കപ്പൽ ഞങ്ങൾ വിസ്തമയുടെ നങ്കൂരിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ചെയ്തിരും കയറിക്കൊള്ളി, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. ഞാൻ ഉറപ്പിച്ച് പറയാണ്, നാളെ വിസ്റ്റം ഈ റൂട്ട് തെറ്റുമ്പോൾ ഞാൻ പറയും വിസ്റ്റത്ത് കയറരുത്. അപ്പം എന്നോട് വിസ്റ്റക്കാർക്ക് ദേഷ്യം തോന്നും. ഞാൻ എല്ലാ കാലത്തും പറയുന്ന കാര്യമാണ്, എന്നും നിലയല്ല. കേന്നമ കയറിക്കോടി രക്ഷപ്പെടുന്നു ഞാൻ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു കേന്നമ കയറിയല്ലേ രക്ഷപ്പെടൂല. അതുകൊണ്ട് അതെന്താ ഉള്ളത്? അപ്പറഞ്ഞവും സത്യമാണ്, ഇപ്പറഞ്ഞവും സത്യമാണ്. അന്ന് സത്യത്തിൽ നിന്നപ്പോൾ അതിൽ കയറാൻ പറഞ്ഞു, അത് സത്യം തെറ്റിച്ചപ്പോൾ പറഞ്ഞു അതിൽ കയറണ്ട. ഇന്നിത് സത്യത്തിലാണ്. ഞാൻ പറയുന്നത് 3 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് സത്യവിരുദ്ധാണ്. ഞാൻ പറഞ്ഞു ടി കെ അഷ്റഫിനെ വിശ്വസിക്കരുത്. അതിന് അഷ്റഫ്ക്ക് എന്നോടൊന്നും തോന്നില്ല, അത് എനിക്കറിയാം, മൂപ്പര് പഠിച്ച മനുഷ്യനാണ്. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ, സത്യം ആരുടെ കൂടെ എപ്പോഴുണ്ടോ നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഗ്രൂപ്പ്, പക്ഷെ സത്യം വിടൂല. അതാണ് പ്രശ്നം. ചിലരെന്താ ഗ്രൂപ്പ് മാറുമ്പോൾ സത്യവും വിട്ട്, അതാണ് അതുണ്ടായത്. ഗ്രൂപ്പ് നിങ്ങൾ ഇങ്ങനെ വിട്ടോളി, നിങ്ങൾക്ക് ഏറ്റവും നല്ല സത്യത്തിലാന്ന് തോന്നിടത്തിൽ നിങ്ങൾ ഉറപ്പിച്ചോളി. പക്ഷെ പഠിക്കാതെ ഉറപ്പിക്കരുത്, പഠിച്ചിട്ട് ഉറപ്പിക്കണം. കാരണം ഇങ്ങനെ ഒരു പ്രസംഗം ഇനി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ റമദാൻ കഴിയും. റമദാന്റെ മുമ്പ് ഇങ്ങനെ ഒരു പ്രസംഗം ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല ഇവിടെ. അതുകൊണ്ട് നിങ്ങളോട് റമദാൻ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ പറയാണ്, പടച്ചോൻ എന്താ നമുക്ക് തൃപ്തിപ്പെടാത്തത്? പടച്ചോൻ എന്താണ് നമുക്ക് തൃപ്തിപ്പെടാത്തതെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാം. നമുക്ക് പ്രതിസന്ധികളുണ്ട്. ഈ KAP സുന്നിക്ക് പ്രതിസന്ധികൾ, മുജാഹിദിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്, ഈ ലോകത്തെല്ലാവർക്കും ഉണ്ട്. ഈ പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് മരിച്ചുപോയവരെ വിളിക്കുന്നത്? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരീങ്ങൾ. പ്രതിസന്ധി വന്നപ്പോൾ വിളിച്ചൊരു നബീൻ്റെ പേര് നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. അതായത് കുട്ടിയില്ലാത്ത ദുഃഖം കൊണ്ട് ഇബ്രാഹിം നബി, അതിന് മുമ്പ് കഴിഞ്ഞു പോയൊരു നബീനെ വിളിച്ചിട്ട് കുട്ടികൾ തരണേന്ന് പറഞ്ഞത് നിങ്ങൾ ഖുർആൻ ഉദ്ധരിച്ചാൽ മതി, ഞങ്ങൾ സ്വീകരിക്കും. ഒരെണ്ണം നിങ്ങളോടാ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ കൊണ്ടുവരും. നേരെ മറിച്ച് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കും, ഇബ്രാഹിം നബി കുട്ടികളെ കിട്ടാൻ അള്ളാഹിനോട് മാത്രം തേടിയെന്ന് എന്താ തെളിവ്? പിടിച്ചോ, 37 അധ്യായം 100-ാമത്തെ വചനം. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബിലി റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി റബ്ബനാ ലവജഅൽനാ മുസ്ലിമീനക ലക വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. ഞങ്ങളുടെ തെളിവാ പറയുന്നത്. ഖുർആനിലെ 37 അധ്യായം 100-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 126, 127, 128, 129, 14-ാം അധ്യായം 35 ഒക്കെ ഇബ്രാഹിം നബീന്റെ ദുആ. നിങ്ങൾ പറ, കുട്ടികളെ കിട്ടാൻ വേണ്ടി ഇബ്രാഹിം നബി ആദം നബീനോട് തേടി. നിങ്ങൾ പറ, ഒറ്റ വചനം ഖുർആനിൽ ഉദ്ധരിക്ക്, ഞങ്ങളെ പണി നിർത്തും. രോഗം മാറ്റി തരണേ ശൈഖേ എന്ന് പറഞ്ഞൊരു ദുആ ഖുർആൻ നിങ്ങൾ ഉദ്ധരിക്ക്, എന്നാ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കൂ. ഞാനിനി ഒരു കൗതുകമുള്ള വാർത്ത പറയാ. ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ വെച്ച് ജിന്നിനെ വിളിക്കാതെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിക്കായിരുന്നു. ഞാൻ ഒമാനിലായിരുന്നു. എത്രയോ മരുഭൂമി കണ്ടേന്, ഞാൻ വിളിച്ചില്ലെന്ന് വരെ. എനിക്ക് വിളിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? നേരെ വെച്ച് വിളിക്കൽ ദീനാണെങ്കിൽ ഞാൻ ജിന്നിനെ വിളിക്കുന്നവനാ. നിങ്ങൾ എല്ലാവരും കൂടി നിന്ന് പറഞ്ഞാലും ഞാൻ വിളിച്ചോണ്ടേ നിൽക്കും ജിന്നേ. മനസ്സിലായോ? അപ്പൊ പൊട്ടീസാക്കുന്ന അവസാനിപ്പിച്ചിട്ട് നല്ല നിലക്ക് തൗഹീദും പറഞ്ഞ് മുന്നോട്ട് പോവാം. അതായിരിക്കും കയറ്. ഗ്രൂപ്പൊക്കെ എത്ര ആയിക്കോട്ടെ, നല്ലതാ. കാരണം എല്ലാവരും സജീവമായിട്ട് പ്രവർത്തിച്ചോളൂ. മറ്റോളെ തോൽപ്പിക്കാനെങ്കിലും 10 നോട്ടീസ് ഒട്ടിക്കല്ലോ, അങ്ങനെങ്കിലും ബാക്കിയുള്ളവർക്ക് കിട്ടും. അങ്ങനെ ഉണ്ട് മത്സരത്തിന്, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ മത്സരത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ നുണ പറഞ്ഞുകൊണ്ടാകരുത്. ഒരാൾ പറയാം ഞങ്ങൾ വൈദീശയിലൊന്നും വിളിക്കലില്ല, അപ്പൊ ഞങ്ങൾ ആയിരക്കണക്കിന് കിപ്പിട്ടും കൊണ്ട് കേൾപ്പിക്കും. ഇപ്പൊ കഴിഞ്ഞ് നിങ്ങൾ നോക്ക്, ഇപ്പം നമ്മുടെ ഫലസ്തീനിൽ ഈ വിഷയമൊക്കെ നടക്കുക. അപ്പൊ പോലും കേരളത്തിൽ നൗഷാദ് ബാക്കവി ഉൾപ്പെടെയുള്ള മൊയ്ലിയന്മാരെന്താ പറയുന്നത്? അള്ളാന്റെ റസൂലേ, നിങ്ങളിത് കാണുന്നില്ലേ, ഞങ്ങളോട് പൊറുക്കണേ റസൂലേ. ഉണ്ടോ? അള്ളഹാനോടല്ല, നേരെ മറിച്ച് പലസ്തീനികളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 3 വയസ്സുള്ള പലസ്തീനി കുട്ടി പറയുന്നത് എന്താ അറിയോ? 3 വയസ്സുള്ള പലസ്തീനി കുട്ടി, 30 വയസ്സുള്ള സഖാഫി കുട്ടിക്ക്, 30 വയസ്സുള്ള സഖാഫിക്ക് ഫലസ്തീനിലെ 3 വയസ്സുള്ള കുട്ടിൻ്റെ ഈമാനിൻ്റെ 10,000-ത്തിലൊരു അംശം കേരളത്തിൽ ഇല്ലാതെ മനസ്സിലാക്കിക്കൊള്ളി. ഞാൻ തെളിവ് സഹിത പറയുന്നു. ഈ 3 വയസ്സുള്ള കുട്ടി പറയുന്നത് എന്തറിയോ? നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഫോൺ കട്ട് ചെയ്യാം, ഞങ്ങളുടെ വാട്സപ്പ് സംവിധാനം കട്ട് ചെയ്യാം, ഞങ്ങളുടെ ഇന്റർനെറ്റ് സംവിധാനം കട്ട് ചെയ്യാം, ഞങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള ബന്ധമുണ്ടല്ലോ അത് കട്ട് ചെയ്യാൻ ഇസ്രായേലേ നിനക്ക് കഴിയില്ല. എപ്പോഴെങ്കിലും ഒരു ഫലസ്തീനി കുട്ടി നോക്ക്, ഫലസ്തീനി കുട്ടികൾ ഇങ്ങനെ കൈ നീട്ടിയ ബഗ്ദാദിലെത്തും അവരെ കൈ എന്ന് പറഞ്ഞാൽ അത്ര അടുത്താണ് ഇറാഖും ബഗ്ദാദും. എപ്പോഴെങ്കിലും ഒരു ഫലസ്തീനി മൊയ്തീൻ ഷൈനെ വിളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ഫലസ്തീനി മൊയ്തീൻ ഷൈനെ വിളിക്കുന്നത്? ഇനി അഥവാ ഏതെങ്കിലും ഫലസ്തീനിൽ വിളിക്കേണ്ട ഇവിടുന്ന് ഏതെങ്കിലും ഒരു സക്കാഫി അവിടെ പോയതായിരിക്കും. മനസ്സിലായി നിങ്ങൾക്ക്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് ആരോ പറഞ്ഞത്രേ, ഞങ്ങളെ കേരളത്തിൽ അങ്ങനെ റെയിൽവേ ട്രാക്കിൽ ഒന്നും കാഷ്ടിക്കൂല. വേറെ ഏതോ ഒരു രാജ്യത്ത് ചെന്നപ്പോൾ ഒരാളെ ചൂണ്ടിക്കാണിച്ചാ പറഞ്ഞത്, നോക്ക് ഇവിടെ ഉണ്ടല്ലോ എന്ന്. അപ്പൊ പറഞ്ഞ നിങ്ങൾ ആട്ടുകാരനാണ് തന്നെ. മനസ്സിലായോ? ഒരു ഫലസ്തീൻ ഇന്ന് വരെ ഈ പീഡനങ്ങളൊക്കെ ഉണ്ടായിട്ട് ബഹിഷ്കരിക്കപ്പെട്ടിട്ട് വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്
ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ് ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്. അവരെന്തിനാ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്? ഞങ്ങളുടെ റബ്ബ് അള്ളയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ 14 ലോകവും നിയന്ത്രിക്കുന്നത് CM മടവൂരാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ല സഹാബത്ത് സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഉദിനലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ് ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ് ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. സൂറത്ത് ഹജ്ജ് 22-ാം അധ്യായം 39-40 വചനം വായിച്ചു നോക്ക്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തെ പറ്റി പറയുന്നിടത്ത് ഖുർആൻ പറയണ്ട. ശരിക്കൊന്ന് ചിന്തിക്കണേ. നേരം വെളുക്കുന്നവരെ ഇരുന്ന് ചിന്തിക്കണം. നബിയെ വിളിച്ചിട്ട് അല്ല പറയുന്ന 2 വാക്ക്, യാ അയ്യുഹൻ നബിയു, അർത്ഥം മനസ്സിലായില്ലേ? യാ അയ്യുഹൻ നബിയു, അല്ലയോ നബിയേ, ഇന്നാ അർസൽനാക, തീർച്ചയായും താങ്കളെ നാം നിയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിയോഗിച്ചിട്ടില്ല. എന്തിനല്ലാതെ? നരകത്തെ കുറിച്ച് താക്കീത് നൽകാൻ, സ്വർഗത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ. പിന്നെ അങ്ങാരാണ് നബിയെ? നരകമുണ്ടെന്ന് മാത്രം പറയുകയും സ്വർഗമുണ്ടെന്ന് പറയുകയുമാണോ അങ്ങയുടെ ദൗത്യം? അല്ല നബിയെ, വദാഇയൻ ഇലല്ലാഹ്, വദാഇയൻ ഇലല്ലാഹ്, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജം മുനീറാ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ തറ മാവും നീട്ടി തെരുവിൽ അലയാണ് നൗഷാദും കൂട്ടരും. എന്തിന്? CM മടവൂര് പടച്ചോനാണ് എന്ന് സ്ഥാപിക്കാൻ. CM മടവൂര് അതാണ് ഉലകത്തിന്റെ റബ്ബ് എന്ന് സ്ഥാപിക്കാൻ. നേരെ മറിച്ച് മുഹമ്മദ് നബി എന്താ പറഞ്ഞത്? മുഹമ്മദ് നബീനെ അള്ളാഹ് നിയോഗിച്ചപ്പോൾ എന്താ പറഞ്ഞത്? വദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന വയലുകാരനാണ്. നിങ്ങൾ നോക്കൂ, പകര അഹ്സനി എന്ന് പറഞ്ഞൊരു ഉസ്താദുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പകര മുഹമ്മദ് അഹ്സനി. ജീവിതത്തിലൊരിക്കലും, എനിക്ക് തോന്നുന്നു ഒരു 65 വയസ്സെങ്കിലായി കാണും, ജീവിതത്തിലൊരിക്കലും അള്ളാഹുവിനെ പരിചയപ്പെടുത്തി 2 മിനിറ്റ് പ്രസംഗിക്കാത്ത ഈ ലോകത്തിലൊരു മൊയ്ലിയാരാണ് പകരാസ്. 2 മിനിറ്റ് റബ്ബിനെ പരിചയപ്പെടുത്താത്ത, 2 മിനിറ്റ് ലോകത്തിന്റെ തമ്പുരാന്റെ വായു ശ്വസിച്ച് വെള്ളം കുടിച്ച് ആ റബ്ബ് കൊടുത്ത കാലുകൊണ്ട് നടന്ന് ആ റബ്ബ് കൊടുത്ത ബുദ്ധി ഉപയോഗിച്ച് ജീവിതത്തിൽ 2 മിനിറ്റ് അള്ളാഹിനെ പറ്റി പ്രസംഗിക്കാത്ത. ഞാൻ എൻ്റെ പ്രസംഗം കഴിയുമ്പോഴേക്ക് അദ്ദേഹം 2 മിനിറ്റ് അള്ളാഹിനെ പരിചയപ്പെടുത്തുന്ന പ്രസംഗം എനിക്കൊന്നയക്ക്. ചാലിയത്ത് അദ്ദേഹം ദർശെടുക്കുന്നിടത്ത് പോയി ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ അവിടുന്ന് ചോദിച്ചു, 2 മിനിറ്റ് റബ്ബിനെ പരിചയപ്പെടുത്തിയ പ്രസംഗം ഉണ്ടോ? അതിന് പകരാശന എനിക്ക് തന്ന മറുപടി കേൾക്കണം നിങ്ങൾക്ക്. ഞാൻ അള്ളാഹിനെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിലും റസൂലിനെ പറ്റി പറയാറുണ്ട്. അങ്ങനെയുണ്ട്. നന്ദി എന്ന് പറഞ്ഞൊന്നുണ്ടാവൂലേ? 2 ചുണ്ടിനിടയിൽ വലിസാനം വശഫത്തൈൻ, 2 ചുണ്ടുകൾക്കിടയിൽ നാവ് തന്നില്ലേ? 2 ചുണ്ടും 1 നാവും നിങ്ങൾക്ക് തന്നില്ലേ? എന്നിട്ട് അള്ളാഹിനെ പറ്റി പറയാൻ നിങ്ങൾ കേട്ടോളൂ കേട്ടോ. നബിയെ പറയണം. എന്ത് പറയണം? കുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. എന്താ ഇതിന്റെ അർത്ഥം? നബിയെ, ഇതാകുന്നു എന്റെ മാർഗം, ഞങ്ങൾ അള്ളാഹുലേക്ക് ക്ഷണിക്കുകയാണ്. എന്റെ ചോദ്യം, ഒരു ദർഗയിലെ വലിയന്റെ കറാമത്ത് വിവരിച്ചുകൊണ്ട് വയല് നടത്തിയ ഒരു നബീന്റെ പേര് പറയാമോ? ഒരു നബീന്റെ പേര്, ഒരു ഷെയ്ഖിന്റെ കറാമത്ത് വിവരിക്കാൻ വേണ്ടി അള്ളാഹ് നിയോഗിച്ച ഒരു നബീന്റെ പേര് പറയാമോ? പറങ്ങള്. അത് പറയാനല്ല, ഔലിയാക്കളുടെ കറാമത്ത് ഇഷ്ടംപോലെ ഖുർആനിലുണ്ട്, അത് വേറെ വിഷയം. അതല്ല എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് ദൗത്യം എന്താ? ഇവിടുത്തെ ഈ KP സുന്നിക്ക് ഈ കറാമത്ത് വിറ്റ് പണം ഉണ്ടാക്കല്ലാതെ അല്ലേ? നേരെ മറിച്ച് കറാമത്ത് കണ്ടു സക്കരിയ നബി. കറാമത്ത് നേരിട്ട് കണ്ടു. മറിയം ബീവിയിലൂടെ അള്ളാഹ് അവതരിപ്പിച്ച കറാമത്ത് കണ്ടു. എന്നിട്ട് തേടിയോ? മറിയം ബീവിനോട് തേടിയായിട്ടാണോ ഖുർആൻ പറയുന്നത്? അല്ല, തേടിയില്ല എന്നാണോ? ഹുനാലിക ദആ സക്കരിയ, അങ്ങനെ ഹുനാലിക ദആ സക്കരിയ റബ്ബഹു, ഉണ്ടോ? റബ്ബിനോട് തേടി. എപ്പോ? മേറാബില്, പള്ളിയില് സീസൺ അല്ലാത്ത കാലത്ത് മറിയം ബീവിക്ക് അല്ലാഹു ഭക്ഷണം ഇറക്കി കൊടുക്കുക. ഇത് കണ്ടപ്പോ സക്കരിയ നബി ചോദിക്കാൻ, അന്നാലകി ഹാദാ, എവിടുന്നാ കിട്ടിയത് എന്ന്. അപ്പൊ മറിയം ബീവി പറയണത്, ഞാനാരാ മോള്, മനമ്പത്തെ ബീവിയൊക്കെ വരാനല്ല, ഞാനാരാ മുന്തിയ മോള് എന്നാ പറഞ്ഞ്? അല്ല, ചോദിക്കണ അന്നാലകി ഹാദാ കാലത്തു ഹുവ മിൻ ഇൻദില്ലാഹ്, എന്റെ റബ്ബ് തന്നതാ എനിക്ക്. അതുകൊണ്ട് സക്കറിയ നബി എന്ത് ചെയ്തു? ഇതിന്റെ കഴിവാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സക്കറിയ നബി അവരോട് തേടുകയായിരുന്നു. പക്ഷെ അവര് പറഞ്ഞത് ഇതിന്റെ കഴിവല്ല. അതുകൊണ്ടാണല്ലോ തൊട്ടപ്പുറത്തെ ആയത്ത് ഹുനാലിക ദആ സക്കരിയ മറിയം. അങ്ങനെയാണെങ്കിൽ സമസ്തയാണ് ശരി.
ഞങ്ങളെ കൂടെ നിൽക്കുകയായിരുന്നു. ഏത് ഹുനാലിക ദഅ സക്കരിയ മറിയമിന്റെ കറാമത്ത് കണ്ട് മറിയമിന്റെ കറാമത്തിൽ നിന്ന് തേടി എന്ന് നമുക്ക് അവിടെ തെളിവ് കിട്ടിയായിരുന്നു. പക്ഷേ മറിയം ബീവിനോട് ചോദ്യം എന്താ? അന്നാലക്കി ഹാദ, എന്തിനാ സക്കരിയ നബി ചോദിച്ച്? അതോ സക്കരിയ നബി മുജാഹിദാണെന്ന് പറയാൻ, സമസ്തയിൽ ചേരരുത് എന്ന് പറയാൻ. അങ്ങനെ ഉണ്ടതിന് അങ്ങനെ തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതൊന്ന് കേട്ടൂക്ക്. സക്കരിയ നബി എന്തിനായിരിക്കും ചോദിച്ച്? ഇത് മറിയമിന്റെ കഴിവാണെങ്കിൽ അത് അറിയണം, ഇത് മറിയമിന്റെ കഴിവല്ലെങ്കിൽ അതും അറിയണം. കാരണം എന്താ? സീസൺ ഇല്ലാത്ത കാലത്ത് ഭക്ഷണം കിട്ടുമെങ്കിൽ, ഞാൻ കുട്ടികളില്ലാത്തൊരവസ്ഥ എനിക്കെങ്കിൽ എൻ്റെ ഭാര്യ വന്ധ്യയാണെങ്കിലും എൻ്റെ റബ്ബ് എനിക്ക് കുട്ടികളെ തരും. കാരണം എന്താ? സീസൺ അല്ലാത്ത കാലത്ത് ഫ്രൂട്ട് ഇറക്കാൻ അള്ളാഹ്ക്ക് കഴിയുമെങ്കിൽ അനുകൂലനങ്ങളൊന്നും ആവശ്യമില്ല, എൻ്റെ റബ്ബ് എനിക്ക് കുട്ടീനെ തരും. അതുകൊണ്ട് അവിടെ അത് കൊടുത്ത് ഇതെവിടെയൊക്കെയാ ഉള്ളത് ഈ കാര്യം? 3-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള വചനം വായിച്ചു നോക്ക്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ് ലീ മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ. എത്ര കൃത്യമാണ് അവിടെ വെച്ച് അള്ളാഹിനോടാ വിളിക്കണത്. അതിന്റെ കറാമത്ത് കണ്ട മറിയം ബീവിനോട് വിളിക്കാഞ്ഞ്? കറാമത്ത് മറിയം ബീവിന്റെ കഴിവല്ല, അത് സക്കരിയ നബി മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞങ്ങൾ വിസ്തമത അങ്ങനെ തന്നെ പറയുന്നത്. അത് കഴിവല്ല എന്ന് ഫൈസൽ മൗലവി പറയാൻ കാരണം അതാ, അത് കഴിവല്ല എന്ന് ഹുസൈൻ സൽഫി പറയാൻ കാരണം അതാ, അത് കഴിവല്ല എന്ന് സക്കരിയ സുലൈഹി പ്രസംഗിച്ചാതാ, അത് കഴിവല്ല എന്ന് അബ്ദുറഹ്മാൻ സൽഫി പ്രസംഗിച്ചാതാ, അത് കഴിവല്ല എന്ന് അനീഫ് കായ്ക്കൊടി പറഞ്ഞ അതുകൊണ്ടാണ്, അത് കഴിവല്ല എന്ന് അനസ് പറഞ്ഞ അതുകൊണ്ടാണ്. അക്കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടുമാണ്. അത് കഴിവല്ല. മുജിദത്തും കറാമത്തും കഴിവല്ല, മനസ്സിലായിക്കോ. അവരിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്ന റബ്ബിന്റെ കഴിവാണ്. അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കണേ. മൂസാ നബി വടി നിലത്തിട്ടല്ലോ, അതേ വടി ചെങ്കടലിലെടുത്തെത്തിയപ്പോൾ മൂസാ നബീന്റെ അടുത്തില്ലായിരുന്നോ? എന്നാ അനുയായികൾ ചോദിച്ചാൽ പോരെ, വടി ഉണ്ടല്ലേ ബന്ധിനെ പേടിക്കുന്നത്? അവർ പറയാ പിടിക്കപ്പെട്ടത് തന്നെ മൂസ. അപ്പൊ മൂസാ നബിയോ? പിടിക്കപ്പെട്ടത് തന്നെ മൂസ എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്? പിടിക്കപ്പെട്ട വടി ഉണ്ട് എന്റെ കൂടെ എന്നല്ല പറയേണ്ടത്, എന്റെ റബ്ബിന്റെ കൂടെ ഉണ്ട് എന്നാ പറഞ്ഞത്, എന്റെ വടിന്റെ കൂടെ ഉണ്ട് എന്നല്ല. അവിടെ എന്താ പറഞ്ഞത്? ഇന്ന മഗിയ റബ്ബി സയഹ്ദി, എന്റെ റബ്ബിന്റെ കൂടെ ഉണ്ട്, റബ്ബിക്ക് ഒരു വഴി കാണിച്ചു തരും. എന്താ വടി കൂടെ ഉണ്ട് എന്ന് പറയാത്തത്? അത് ചിന്തിക്കാൻ നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടാൻ, ഈ കൂരാട്ടുള്ള നിവാസികളോട് ഞങ്ങൾ ആവശ്യപ്പെടാൻ. അതുകൊണ്ട് നമ്മൾ ശരിക്ക് ചിന്തിക്കാൻ, നമ്മൾ ആരുടെ ആളാകണ്ട. പക്ഷെ ഈ ഹക്ക് ഉണ്ടല്ലോ, ആ ഹക്ക് എന്നുള്ള ചോദിക്കുന്നുണ്ട്. എടോ, ഈ ഹക്കിന് ശേഷം എന്തൊരു ദലാലത്ത്? ഈ ഹക്കല്ലേ പ്രകടം? ഹക്കാണ്, ആ ഹക്കിലേക്കാണ് ആളുകളെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഇനി നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുമ്പോൾ നബിയുടെ ദുആ എന്താ? ഒരു സമസ്തക്ക. ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ, കാന്തൂർ എ പി ബക്കർ മുസ്ലിയാർക്കും ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കും നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന മരിക്കുമ്പോൾ പറയാൻ കഴിയുമോ? എൻ്റെ ചോദ്യമാണ്, വെല്ലുവിളിയായിട്ടുള്ള ചോദ്യമാണ്. എന്താണത്? നിങ്ങൾ കേട്ടോളിട്ടോ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തുജിൽ ഖബരി ഐദാ, അല്ലാഹുവേ എന്റെ ഖബർ ഉറൂസിന്റെ കേന്ദ്രമാക്കരുതേ, എന്റെ ഖബറിടത്തിൽ നേർച്ച കേന്ദ്രമാക്കരുതേ, എന്റെ ഖബറിടത്തിൽ ഒരു ഉറൂസ്, ഒരു ഉത്സവം നടക്കരുതേ പടച്ചോനെ. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാ. ലോകത്തോട് വിട പറയുമ്പോൾ നബി പ്രാർത്ഥിച്ചെന്തറിയോ? കാരണം ലാനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അംബിയാഇഹിം മസാജിദ. അല്ലാഹു ശപിച്ചിരിക്കുന്നു ജൂത ക്രൈസ്തവരെ. എന്തുകൊണ്ട്? അവർ അമ്പിയാക്കളുടെ ഖബർ പത്തരമാറ്റി നബിമാരുടെ ഖബറാ ജൂതന്മാർ. ശരിക്കും റസൂലുള്ള പറയേണ്ടത് എന്താ? ആയിഷ, സംഗതി ജൂത ക്രിസ്ത്യാനികൾക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടെങ്കിലും ഒരു പത്തരമാറ്റ് ഗുണുണ്ട് ആയിഷ. നബിമാര് മരിക്കാൻ കാത്തിക്ക, അപ്പ ഖബർ കെട്ടി ഉയർത്തും. എന്ത് ജറൂറാണ് അവർക്ക്, വലിയ ഗുണമുള്ള ടീമാണെന്നല്ലേ പറയേണ്ടത്? പൊന്നാര മുസൽമാനെ, ഒന്നുകൂടെ ആലോചിക്ക്. ഖബർ കെട്ടി ഉയർത്തൽ നബിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിൽ ലഅനല്ലാഹു എന്നാണോ പറയാ? അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണോ പറയാ? അള്ളാഹ്ക്ക് പെരുത്ത് ഇഷ്ടാ ജൂത ക്രിസ്ത്യാനികളോട്. എന്തൊക്കെ കുഴപ്പമൊക്കെണ്ടെങ്കിലും മാഷാ അല്ലാ, അമ്പിയാക്കളെ ഖബർ കെട്ടി ഉയർത്തുന്നതിൽ ഓല വെല്ലാൻ ഒരാളും ഇല്ല. നബി അവരെ പറ്റി പറഞ്ഞ എന്താ പറയുക? ഷിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അള്ളാഹ് സൃഷ്ടിച്ചതിൽ ഏറ്റവും നികൃഷ്ട ജീവികളല്ലാതെ ഖബർ കെട്ടി ഉയർത്തൂല. ഖബർ കെട്ടി ഉയർത്തുന്നത് ഭൂമിയിലെ നികൃഷ്ട ജീവികളാണ്. അള്ളാഹുവിന്റെ റസൂൽ കള്ളം പറയാത്ത നാവുകൊണ്ട് പറഞ്ഞതാ. നമ്മൾ എത്ര പേര് സ്വീകരിക്കും അത്? അള്ളാഹ് ശപിച്ചിരിക്കും. ഇവിടെ അമ്പിയാക്കളുടേത് പോലും അല്ല, ചില ഖബറിലൊന്നും ആരുമില്ല, എല്ലാവർക്കും അറിയാം. സെൻസിങ് വരെ എഴുതി, 2000 സെൻസിങ്ങിൽ പോലും എഴുതി എന്ത്? ചില ഖബറിലൊന്നും മനുഷ്യൻ തന്നെയല്ല, മനുഷ്യനോ മൃഗമോ ഒന്നും അറിയില്ല, അങ്ങനത്തെ ഖബറുകൾ. ഇവിടെ റസൂലിന്റെ നാവുകൊണ്ട് പറയണെന്നറിയോ? നബിമാരുടെ ഖബർ അവർ കെട്ടിയുയർത്തിയത്. എന്നിട്ട് പോലും അള്ളാഹ് ശപിച്ചു. എങ്കിൽ പിന്നെ നബിമാരൊന്നും അല്ലാത്ത ആരുടെയോ ഖബർ കെട്ടിയുയർത്തിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? രണ്ടാമത്തെ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന എന്താ അറിയോ?
അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന യുഅബദ്. അല്ലാഹുവേ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ. എന്താ കാരണം? കുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ. പറയൂ നബിയെ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. ഖുർആനിലെ 72-ാം അധ്യായം 20-ാമത്തെ വചനം. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദൂ മഅല്ലാഹി അഹദാ. നിശ്ചയം പള്ളികൾ അല്ലാഹുവിനാണ്. അല്ലാഹുവിന്റെ കൂടെ, അല്ലാഹുവിന്റെ പുറമേ എന്നല്ല, അല്ലാഹനെയും വിളിക്കുക മൊയ്തീൻ ഷെയ്നെയും വിളിക്കുക, അത് പാടില്ല. ഒരു ഖുർആന്റെ വചനം കേൾക്കണ്ടേ നിങ്ങൾക്ക്? ഒരു ഖുർആന്റെ വചനത്തിൽ സമസ്ത ശരിയാണോ അല്ലേന്ന് പറയണം അല്ലാഹു. സമസ്ത കേരളത്തിൽ EKAP സുന്നി ശരിയാണോ അല്ലേന്ന് പറയുന്ന ഒരു ഖുർആന്റെ വചനം എൻ്റെ വകയല്ല കേട്ടോ, 1400 വർഷം മുമ്പുള്ളതാണ്. അതിൽ അല്ലാഹ് പറയാണ് സമസ്ത ശരിയല്ല, മുജാഹിദുകളാണ് ശരി. അതെന്താ അങ്ങനെ തന്നെ ഉണ്ടോ ഖുർആനിൽ? അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോളിട്ടോ. ഇപ്പം എടുത്തിട്ട് നോക്കിയിട്ട് ഇല്ലെങ്കിൽ സ്റ്റേജിലേക്ക് പാഞ്ഞു ഇങ്ങോട്ട് കയറ്, ഇങ്ങോട്ട് പാഞ്ഞു കയറ്. ആ ഖുർആന്റെ വചനമായിട്ടാട്ടോ കയറണ്ട്. എന്താ ഖുർആനിലെ 39-ാം അധ്യായത്തിന്റെ 45-ൽ ഞാൻ ഈ പറഞ്ഞ അർത്ഥമല്ലെങ്കിൽ പാഞ്ഞിങ്ങോട്ട് കയറി. ഇവിടേക്ക് 10 മിനിറ്റ് ഞാനാണ് സമയം തരുന്നത്. സംഘാടകർ അനുവദിക്കും ഞാൻ വിചാരിക്കും ഒരു ഹക്ക് വെളിവാകാൻ. ഖുർആനിലെ 39-ാം അധ്യായം 45-ൽ അല്ലാഹ് പറയുന്നത് എന്തറിയോ? അത് അപാരമായൊരു ഖുർആനെ വചന. ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു, ഇന്ന് വരെ അതിനൊരു വിവരണമല്ല. അതിൽ അല്ലാഹ് പറയുന്നത് എന്തറിയോ? വൈദാ ദുക്കിറല്ലാഹു വഹ്ദഹു. ശരിക്കും അർത്ഥം വെച്ചോളിട്ടോ. അല്ലാഹനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ പരലോകത്തിൽ ശരിക്ക് വിശ്വാസമില്ലാത്തവർക്ക് അസഹ്യത തോന്നും, അവർക്ക് ദേഷ്യം തോന്നും. ആയത്തിന്റെ ബാക്കി എന്താ? വൈദാ ദുക്കിറല്ലദീന മിൻ ദൂനി ഇദാ ഹും യസ്തബ്ശിറൂൻ. ഞാൻ അർത്ഥം വെക്കുന്ന നിങ്ങൾ വെക്ക്. വൈദാ ദുക്കിറല്ലദീന മിൻ ദൂനി ഇദാ ഹും യസ്തബ്ശിറൂൻ. അല്ലാഹ്ക്ക് പുറമെ മൊയ്തീൻ ശൈഖിനെയും കൂടെ കൂട്ടി ഒന്ന് പറഞ്ഞു നോക്കിയേ, അവർക്കതാ ഹാപ്പി ആകുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഏപ്പിക്കതാ ഹാപ്പി ആകുന്നു. ഖുർആനിലൊരായത്താ, ഏപ്പിക്കതാ ഹാപ്പി ആകുന്നു. എന്ത് കണ്ടാൽ അള്ളാഹുവിൽ പങ്കുചേർക്കാൻ ഒരാളും കൂടി കേട്ടാൽ അവർക്ക് ഭയങ്കര സന്തോഷ. പിന്നെ അള്ളാഹ് പറയും അവർക്ക് ഭയങ്കര ദുഃഖ. എന്ത്? അള്ളാഹ് മാത്രം നിറഞ്ഞ അവർക്ക് പൊറുക്കൂല. കീലത്ത് മുഹമ്മദ് മാഷ് എന്നിട്ട് ഒരാളെ കേട്ടുപോ, ഒന്ന് കേട്ടോളൊന്ന് കയ്യൊന്നിക്ക് സസുലാരുണ്ട്. കീലത്ത് മുഹമ്മദ് മാഷ് മരിച്ചിട്ടില്ല. അയാൾ എന്താ പ്രസംഗിക്കുന്ന അറിയങ്ങൾ? ഈ ആയത്ത് അയാൾക്കുള്ളതാണ്. അയാൾ എന്താ പറയണോ? മൊറാർജിക്കൊരു മൂത്രവും വഹാബിക്കൊരു മാത്രവും. അല്ലെന്താ ഖുർആനിൽ പറഞ്ഞു? അല്ലാഹനെ മാത്രം എന്ന് പറഞ്ഞാൽ ഓന് ദേഷ്യം പിടിക്കുന്നു. ഇയ്യാക നഅ്ബുദു എന്താ പറഞ്ഞു? അല്ലാഹനെ നിന്നെ ആരാധിക്കുന്നു, നിന്നോട് സായുന്നു. നമ്മ മാത്രം അവിടെ പോയി അല്ലാഹ് പറയണം മാത്രം എന്ന് പറഞ്ഞാൽ ഓന് പൊറുക്കൂല. ആ പൊറുക്കാത്തവൻ അബൂജഹലിന്റെ ടീമാണ്. അതും പറഞ്ഞു ഖുർആൻ. എവിടെ മൗലവി? 38-ാം അധ്യായം 5-ാമത്തെ വചനം. എനിക്ക് തെളിവാ പ്രധാനം. തെളിവ് 38-ലെ 5-ൽ എന്താ പറയണേ? അവര് പറയാണെന്ത്? അബൂജഹൽ എന്താ ചോദിക്കണറിയോ? ഞങ്ങള് ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ, ഈസാ നബിയെ രക്ഷിക്കണേ, മറിയം ബീവിയെ കാക്കണേ, ലാത്ത ഉസ്സ മനാത്ത വദ് സുവാ യൂസ്, ഇങ്ങനെ ഒരുപാട് ആളുകളെ വിളിച്ച് ദുആ ചെയ്ത് ഇസ്തിഹാസ നടത്തിയ ഞങ്ങളോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അല്ലാഹനെ മാത്രമേ വിളിക്കാവൂ. ഇതെന്തൊരു അത്ഭുതമാണ്. EKAP സുന്നികൾ മുജാഹിദുകളോട് ചോദിക്കണേ എന്താ ചോദിക്കണേ? ഒരുപാട് ഔലിയ അമ്പിയാക്കളെ വിട്ടിട്ട് അല്ലാഹനെ മാത്രം വിളിക്കണമെന്നോ? അത് ഇബ്ലീസിന്റെ വാദാണ്. എന്താ സൂറത്ത് സുമറിലെ 39-ൽ അർത്ഥം ഒന്നുകൂടി വെച്ച് നോക്കിയേ. അല്ലാഹനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ അവർക്ക് സഹിക്കൂല. സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. പ്രാർത്ഥന അല്ലാഹനോട് മാത്രം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നജീബ് മൗലവി ഉണ്ടല്ലോ, ദക്ഷിണ, അവരെന്താ പറയുന്നത്? അത് ഇബ്ലീസിന്റെ വാദാണ്. AP സുന്നികൾ എന്താ പറയുന്നത്? ഇബ്ലീസിന്റെ വാദാണ്. വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റിയെന്ന് ആശിം നഈം ഈ പുസ്തകം എഴുതിയപ്പോൾ അതിന്റെ 39-ാമത്തെ പേജിൽ എന്താ പറയുന്നത്? ഇബ്ലീസിന്റെ വാദാണ്. അപ്പൊ ദേഷ്യം പിടിച്ചു. പ്രാർത്ഥന അല്ലാഹനോട് മാത്രം പറയുമ്പോൾ ദേഷ്യം പിടിക്കുക. അല്ലാഹ് പറയണം അങ്ങനെ ദേഷ്യം പിടിക്കുന്ന മുജാഹിദക്കല്ല, പ്രാർത്ഥന അല്ലാഹനോട് മാത്രം എന്ന് കേട്ടാൽ സന്തോഷമാണ് മുജാഹിദക്ക്, അല്ലേ? നേർച്ച അല്ലാഹ്ക്ക് മാത്രം എന്നൊരാൾ പറഞ്ഞാൽ നമുക്ക് കേട്ടാൽ സന്തോഷമല്ലേ? ഇനി അത് കേട്ടാൽ ദുഃഖിക്കുന്നത് ആരാ? EKAP സുന്നി. അപ്പൊ ഖുർആന്റെ വാദപ്രകാരം പിഴച്ചോലാരാ? ഇനി എൻ്റെ തൊള്ളുകൊണ്ട് പറയില്ല, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം അല്ലെങ്കിൽ തന്നെ കടുത്ത്. ഇനി നിങ്ങൾ ചിന്തിക്കാം. എനിക്ക് നിങ്ങൾ ദേഷ്യപ്പെടാൻ വിചാരിച്ചിട്ടൊന്നല്ല എന്ത് പറയുന്നത്. ഞാൻ ഇന്ന് പോകുമ്പോൾ മരിച്ചു പോയാൽ ഒരു ആക്സിഡന്റ് പറ്റി മരിച്ചു എന്ന്. എനിക്ക് ഒരുപാട് ആക്സിഡന്റ് പറ്റിയാണ്. വലിയ കൊക്കയിലേക്കൊക്കെ മറിഞ്ഞിട്ട് പടച്ചോനെ രക്ഷ. എപ്പോഴെങ്കിലും ഞാൻ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മരിച്ച് എനിക്ക് അല്ലാഹനോട് പറയണം, പടച്ചോനെ എനിക്ക് കിട്ടിയ വേദി എൻ്റെ കൂട്ടർക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, എന്നാലും പടച്ചോനെ ഞാൻ കഴിച്ചില്ല, ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ നിങ്ങളോട് ഖബറുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഇനി നമ്മുടെ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്.
അതുകൊണ്ട് തന്നെ പല ദർഗകളിലും നിലവിളക്ക് കൊളുത്തുന്ന സമ്പ്രദായമുണ്ട്. അത് മജൂസികളുടെ അഗ്നി ആരാധകരുടെ സ്വഭാവമായിരുന്നു. നമുക്കത് പാടില്ലാത്തതാണ്. അവർക്കത് പാടുണ്ട്, അവരതിൻ്റെ ആളുകളാണ്, അവരത് വിശ്വസിക്കുന്നവരാണ്, അവർക്കതാവാം, അത് അവരുടെ വിശ്വാസമാണ്, അവരുടെ അക്കീതയാണ്, നമ്മുടെ അക്കീതയല്ല. അതുകൊണ്ട് ദർഗകളിൽ കാണുന്ന നിലവിളക്ക് കൊളുത്തുക എന്ന് പറഞ്ഞൊരു സംഗതി, വിളക്ക് കൊളുത്തി, നിലവിളക്ക് തന്നെയാണ്, അത് കൊളുത്തിയിട്ടാണ്, അത് ഇസ്ലാമികമല്ല. ഉസ്താദുമാർ വരെ അത് കൊളുത്തുന്നുണ്ട്, ഇത് ഇസ്ലാമല്ല. അതുകൊണ്ട് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. പിന്നെ ജാറം മൂടലും മുട്ടലും ഒക്കെ ഉണ്ടല്ലോ, ഒന്നും അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ മദീനത്തും മക്കത്തും ഖദീജാബിയുടെ ഒക്കെ പോയി നോക്ക്, എല്ലാം നിരന്ന് കിടക്കില്ലേ. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ദുർബലതയുടെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ. ഇനി ഖബർ സിയാറത്ത് പോലും എന്തിനാ? കുന്തു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂർ ഫസൂറുഹാ. അല്ലാഹ് പറയണേ ഖബർ സിയാറത്ത്, അതിനെപ്പറ്റി ഉലമാക്കൾ പറയുന്നത് എന്താ പറയുന്നത്? ആദ്യകാലത്ത് ഖബർ കാണുമ്പോഴേ കയ്യിൽ ആരാധന നടത്തുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം അത് കണ്ട് ശീലിച്ചു പോകുന്ന കൗമായിരുന്നു മുസ്ലിങ്ങളിൽപ്പെട്ടവർ. അതുകൊണ്ട് നബി അവർക്ക് തടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി പറയാം, ക്ലിയറായിട്ട് പറയാം. ഇനി അതിന് മാത്രം ഒരു ചെറിയ എന്താ പറയുക മയപ്പെടുത്തി പറഞ്ഞൊന്നും കാര്യമല്ല. ആദ്യകാലത്ത് നബീൻ്റെ കൂടെ കൂടിയ സമസ്തക്കാരുണ്ടായിരുന്നു. ആ സമസ്തക്കാർ ഖബർ കണ്ട ഉടനെ അവിടെ ആരാധന നടത്തിക്കാളും. അതുകൊണ്ട് നിങ്ങൾ സമസ്തക്കാരായതുകൊണ്ട് നിർത്തിക്കാളി. പിന്നെ പയ്യെ ഒരു ISM ഒക്കെ ആയപ്പോൾ, വിസ്റ്റം ഒക്കെ ആയപ്പോൾ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ സന്ദർശിച്ചോളൂ, നിങ്ങളെ ഭാഗത്തു നിന്ന് വരൂല. ക്ലിയർ, വളരെ ക്ലിയർ. ഇതിനൊക്കെ എങ്ങനെ ബന്ധപ്പെടുത്തിയാൽ മതി. നൂഹ് നബീൻ്റെ കാലത്ത് 5 ഔലിയാക്കളെ വിളിച്ചിട്ട് അവർ ദുആ ചെയ്ത്. ഇതാരാ പറയുന്നത്? KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്. 71-ാം അധ്യായത്തിൽ 28 വചനമാണ്. അതിൻ്റെ പരിഭാഷ എടുത്തു നോക്കുക, നിങ്ങൾ ഇപ്പം എടുത്തു നോക്കുക. 5 വോള്യമാണ് KV കൂറ്റനാടിൻ്റെ. ആ 5 വോള്യത്തിൽ 71-ാം അധ്യായത്തിൽ വിവരിക്കുകയാണ് എന്ത്? വഹിയ അസ്മാഉർ റിജാലും സാലിഹീന ബിൻ ഖൗമി നൂഹിൻ. നൂഹ് നബീൻ്റെ കാലഘട്ടത്തിൽ ഔലിയാക്കളായിരുന്നു വദ്, സുവാഗ്, യഹൂസ്, യഹൂക്ക്, നസ്ർ. അവരെ വിളിച്ച് പ്രാർത്ഥിച്ചവരോടാ നൂഹ് നബി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മാലക്കുല്ലാത്ത അർജുനലില്ലാഹി വക്കാറാന്ന് നൂഹ് നബീൻ്റെ ചോദ്യം. അള്ളാഹ്ക്ക് എന്താ നിങ്ങളൊരു ഗാംഭീര്യം കാണാത്തത്? അതെന്താ നൂഹ് നബി ഔലിയാക്കൾക്ക് നിങ്ങളെന്താ ഒരു ഗാംഭീര്യം കാണാത്ത വഹാബികളെ എന്ന് ചോദിക്കാതിരുന്നത്? കാരണം 1-ാം നമ്പർ വഹാബിയായിരുന്നു നൂഹ് നബി. പിന്നെ നൂഹ് നബിയെ ചോദിക്കുവോ? നേരെ മറിച്ച് നൂഹ് നബീൻ്റെ മറുഭാഗത്ത് അള്ളാഹു മുക്കിക്കൊന്ന കൗമ് ഇന്നത്തെ ഞാൻ പറഞ്ഞ ടീമിൻ്റെ പൂർവികരായിരുന്നു. അവർ ഔലിയാക്കളെ വിളിച്ച് ആരാധിക്കുന്നവരായിരുന്നു. ഞാൻ ഈ വാചകം പറഞ്ഞിട്ടാണ് കാസർഗോഡ് ഒരു കുട്ടി ഇപ്പം മുജാഹിദായത്. കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ഈ ഒരൊറ്റ പരാമർശം അവൻ പോയിട്ട് സുന്നി പരിഭാഷ നോക്കി. അപ്പം KV മുഹമ്മദ് മുസ്ലിയാർ മുജാഹിദുകൾ പറയുന്ന പോലെ എഴുതി വെച്ചേക്ക് ഓ മുജാഹിദായി. ഓനവണെ നിങ്ങൾക്ക് ഇപ്പം വിളിച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കുവാനായിട്ട്. ഓൻ കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് AP സുന്നിയ, പക്ക APയ. ഓൻ മാറി, കാരണം ഓൻ ഖുർആൻ കേട്ടു, ഓൻ ചിന്തിച്ചു, ഓൻ പിന്നൊന്നും നോക്കിയില്ല, ഒറ്റപ്പെട്ടു. അവിടുന്ന് വീട്ടിൽ നിന്ന് ഇടക്ക് വിളിക്കും, ആശ്വാസത്തിൻ്റെ വാക്ക് പറയണേ ഉസ്താദേ. ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഭൂതി അതാ. ഇന്നലെ കണ്ടവനെന്ന് തൗഹീദായി, ഇന്നലെ വരെ കണ്ടോലെ വിളിച്ച് പ്രാർത്ഥിച്ചവൻ ഇന്ന് പടച്ചോനെ മാത്രം വിളിക്കുന്നവനായി. എത്ര കൃത്യമാണ്. അടുത്തത് നമ്മുടെ തൊട്ടുമുത്തൽ, അതുപോലെ തന്നെ ഈ മഹാന്മാരായ ആളുകളോട് പ്രാർത്ഥിക്കൽ, അങ്ങനൊരു സമീപനം ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ല പ്രിയപ്പെട്ടവരെ. ഖബർ സിയാറത്ത് നമ്മൾ ചെയ്യുന്നത് പോലെ എന്തിനാണ്? ശരിക്കും മരണത്തെ ഓർക്കാനാണ്, മരണാനന്തര ജീവിതത്തെ ഓർക്കാനാണ്, അല്ലാതെ ഖബറാളികളോട് ദുആ ചെയ്യാനല്ല. അതൊരിക്കലും നമ്മൾ അങ്ങനെ വിചാരിക്കുകയും അരുത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഏത് രംഗത്തും നിങ്ങൾ നോക്കിക്കോ, അള്ളാഹു റസൂലും നമ്മളെ പഠിപ്പിച്ചെടുത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, ഞങ്ങൾക്ക് തെറ്റുണ്ടോ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോളൂ. എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, പ്രമാണം വെച്ച് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ വിശ്വത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് വളരെ ഗൗരവമായി 2 പോയിന്റ് കൂടെ പറഞ്ഞ് സമാപിപ്പിക്കുകയാണ്. നോക്കൂ, നമ്മുടെ മരണം നമുക്കത് എപ്പോഴാണെന്ന് അറിയില്ല, എവിടെ വെച്ചാണെന്ന് അറിയില്ല. ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖ്ദിമൂൻ. ഒരു നാഴിക അല്ലാഹു പിന്തിച്ചിടൂല, ഒരു നാഴിക, ഒരു മൈക്രോ സെക്കൻഡ് പിന്തിച്ചിടൂല സുഹൃത്തുക്കളെ. ഖുർആന്റെ 16-ാം അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ 16-ാം അധ്യായം 61-ാമത്തെ വചനത്തിൽ പറയാണ്, ഒരു നാഴിക അല്ലാഹു നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. ഒരിക്കലും അല്ലാഹു ആ സമയമായ നമ്മളെ മരണത്തിൽ നിന്ന് ആർക്കൊട്ട് രക്ഷപ്പെടാനും കഴിയില്ല. 56-ാം അധ്യായം 60-ാമത്തെ വചനം. നിങ്ങളോട് പറയാനുള്ള വേറൊരു ഖുർആനിക വചനവും കൂടിയാണ്. അതെന്താണെന്നറിയോ? യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതാനല്ലാഹ് വഅതാനർ റസൂലാ. ആ ആയത്ത് ഇങ്ങനെയാണ് പറയുന്നത്, അല്ലാഹുവേ, ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ആളുകൾ, യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ, നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ആളുകൾ
ആ ആളുകൾ അള്ളാഹുവിനോട് വിലാപമായി പറയുന്നതാണ്, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നിട്ട് അവർ പറയാണ്, വഖാലു ലൗ കുന്നാ നസ്മഉ വ നഅഖിൽ, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ചിന്തിച്ചിരുന്നെങ്കിൽ. വേറെ ഒന്നുകൂടി അവർ പറയുന്നു, സാദത്തനാ വകുബറാനാ ഫഅദല്ലൂന സബീലാ, സാദാത്യങ്ങളും കുബറായിങ്ങളും ഞങ്ങളുടെ നേതാക്കന്മാര്, പണ്ഡിതന്മാര്, ഉലമാക്കള്, അവരെ തൊണ്ട തൊടാതെ ഞങ്ങൾ വിഴുകി, ഞങ്ങൾ ഇതാ നരകത്തിലാണ്. അതുകൊണ്ട് റബ്ബനാ ആതിൽ ളഫൈന മിനൽ അദാബ്, ഇരട്ടി ശിക്ഷ കൊടുക്കണേ പടച്ചോനെ. ഖുർആനിലെ 33-ാം അധ്യായം 66, 67, 68. 67-ാം അധ്യായം 8, 9, 10. അതുകൊണ്ട് ഈ കൂരാട് എന്ന് പറയുന്ന വണ്ടൂരിനടുത്ത ഈ സ്ഥലത്ത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങളോട് ഈ വിഷയം പറഞ്ഞു. 3 സുപ്രധാന പോയിന്റുകളാണ് ഞാനിവിടെ പറഞ്ഞത്. 3 അതിൻ്റെ അനുബന്ധങ്ങളാണ് ബാക്കിയൊക്കെ. 1, ഭൂരിപക്ഷ മതപണ്ഡിതന്മാർ നമ്മളെ പിഴപ്പിക്കുമെന്ന് അള്ളാഹ് തീർത്തു പറഞ്ഞു. അത് ശരിക്കും നമുക്ക് ബോധ്യം ഉണ്ടാകുക. എല്ലാ മതസമൂഹത്തിൻ്റെയും പണ്ഡിതന്മാർ അവർക്ക് ജീവിക്കാൻ ആവശ്യമായതല്ലാതെ നമ്മളോട് പറയില്ല. യഥാർത്ഥ വേദഗ്രന്ഥത്തിലുള്ള ഏകദൈവ വിശ്വാസമോ മരണാനന്തര ജീവിതമോ നരകമുണ്ടെന്നോ ശിർക്ക് ചെയ്താൽ പശുവിനെ ആരാധിച്ചാൽ നരകത്തിൽ പോകുന്നൊന്നും ഹൈന്ദവ സന്യാസിമാർ നമ്മളെ പഠിപ്പിക്കാൻ പോണില്ല. അതുകൊണ്ട് ഇസ്ലാം നിങ്ങളോട് ആ കാര്യം പറയാൻ, നിങ്ങൾക്ക് മാറ്റി ചിന്തിക്കാം, നിങ്ങൾക്ക് യഥാർത്ഥമായ സത്യമതത്തിലേക്ക് വരാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എൻ്റെ ദൗത്യം ഇവിടെ ഭംഗിയായി നിർവഹിച്ചു. തീർച്ചയായും മനുഷ്യർ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സത്കർമ്മം അത് എന്ന് ഖുർആൻ പറഞ്ഞ 41-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വചനമാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? ഖബറാളികളിലേക്കല്ല, ദർഗയിലേക്കല്ല, ഔലിയാക്കളെ കറാമത്തിലേക്കല്ല, അള്ളാഹുവിൻ്റെ മഹാത്മ്യത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? ഇനി ഒരൊറ്റ മിനിറ്റ് കൊണ്ട് യുവാക്കളോട്, മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് തൊലഞ്ഞു പോകുന്ന യുവാക്കളെ, ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് നോക്കാനാണ്. 67-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഖുർആന്റെ 18-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. ഈ ഭൂമിയുടെ അലങ്കാരവും ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ നമുക്ക് കാണാം. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവേണ്ടത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമാ. നിന്നും ഇരുന്നും ആകാശഭൂമികളുടെ സെട്ടിപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലും ഓർക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, പഠിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് അവർ പറയും, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില, അല്ലാഹുവേ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, നരകത്ത് നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. 3-ാം അധ്യായം 190, 191, 2-ാം അധ്യായം 164, 31-ാം അധ്യായം 10, 11 വചനങ്ങളിലൊക്കെ ഈ കാര്യമാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും പൊറുക്കലിനെ തേടുക. എന്തൊക്കെ പാപങ്ങൾ നമ്മൾ ചെയ്താലും പടച്ചവനോട് പൊറുക്കലിനെ തേടുക. എന്നിട്ട് പടച്ചവനിലേക്ക് അടുക്കുക. അള്ളാഹനെ മാത്രം വിളിച്ച് ദുആ ചെയ്യുക. ഇബാദത്തിൻ്റെ ഒരംശവും ഒരു ഖബറാളിക്കും നൽകാതിരിക്കുക, ഒരു മഹാനും നൽകാതിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂലിന് പോലും സഹാബത്ത് ഇതൊന്നും സമർപ്പിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് തൗഹീദ് ഉൾക്കൊള്ളുക. പരിശുദ്ധ റമദാനാണ് നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നത്. എല്ലാ നിലക്കും നോമ്പ് നോറ്റ് വിട്ടാനുള്ളവർ നോമ്പ് നോറ്റ് വിടുകയും കൂടുതൽ കൂടുതൽ നോമ്പുകാരായി തീരുകയും, ഇനി നോമ്പ് വീട്ടാനില്ലെങ്കിൽ പോലും ഷാബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം റമദാന്റെ തൊട്ട് മുമ്പത്തെ മാസത്തിൽ കൂടുതൽ നോമ്പുകാരനായി റസൂലുള്ളാഹിനെ ആയിഷ ബീവി റളിയല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് ഖുർആനും സുന്നത്തുമായിരിക്കണം നമ്മുടെ മാനദണ്ഡം. നമ്മുടെ വീടിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹ് പറഞ്ഞത് വദുകുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് ഖുർആനും സുന്നത്തും പാരായണം ചെയ്യാന്ന 33-ാം അധ്യായം 34-ാമത്തെ വചനമാണ്. അപ്പം നമ്മുടെ വീട്ടിൽ വെച്ച് ഖുർആനും സുന്നത്തുമാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് നിരാകരിക്കുന്നവർ നമ്മളാവരുത്. നമ്മുടെ വകയായി ഖുർആനെ വ്യാഖ്യാനം വെക്കരുത്, അർത്ഥം വെക്കരുത്, ഒന്നും ചെയ്യരുത്. അങ്ങനെ വെച്ച് പോയാൽ അത് ബോധപൂർവം അല്ലെങ്കിൽ നമ്മൾ വേഗത്തിൽ തിരുത്തണം, സത്യത്തിലേക്ക് വരണം. സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ചിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിൻ്റെ തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.